ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് വളരെ പരിചയമുള്ള ഒരു വിഷയമാണ്. വളരെ പരിചയം എന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഈ പരിചയത്വം പലപ്പോഴും നമ്മൾ വിചാരിക്കും, എനിക്കിതിനെ കുറിച്ച് അറിയാലോ എന്ന് നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട്. എന്നാൽ നമുക്ക് അറിയാമെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും വേണ്ടുന്ന പോലെ പലപ്പോഴും അറിയാറില്ല, നമുക്ക് അറിവില്ല എന്നുള്ളതാണ് വസ്തുത. ഞാൻ ഈ വിഷയം നിങ്ങളോട് സംസാരിക്കുന്നതിന് കാരണമുണ്ട്. പക്ഷെ ആ കാരണം ഞാൻ ഏറ്റെടുത്ത അതിന്റെ പിന്നിലെ കാരണം പോലെ നിങ്ങൾ എത്ര പേര് ആ കാരണം ഏറ്റെടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ലെങ്കിലും ഞാൻ പറഞ്ഞു വരുമ്പോൾ ചുരുക്കം ചിലർക്കെങ്കിലും അത് ബോധ്യമാകും എന്ന് ചിന്തിക്കുകയാണ്. സഭയിലും സുവിശേഷം പ്രസംഗിക്കേണ്ടത് ആവശ്യമാണെന്നും യേശുക്രിസ്തുവിനെ കുറിച്ച് ഉള്ള അറിവുകൾ സഭയിലെ വിശ്വാസികൾക്ക് ആഴമായിട്ട് ഉണ്ടാകേണ്ടത് ആവശ്യമാണെന്നും പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ ജനിച്ചു വളർന്ന കുട്ടികൾക്ക്, ക്രിസ്തീയമായിട്ടുള്ള പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന കുട്ടികൾക്ക് നമ്മുടെ എല്ലാം ഒരു ധാരണയുണ്ട്, നമ്മുടെ പിള്ളേർക്ക് ഇതൊക്കെ അറിയാമെന്ന്. പക്ഷേ അവർക്ക് വലിയ 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 കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ അറിയേണ്ട പല കാര്യങ്ങളും അവരറിയാതെ പോകുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന അതിഗൗരവമുള്ള ഒരു വിഷയം ആണ് സംസാരിക്കുന്നത്. യേശു ക്രിസ്തു ആരാകുന്നു? ഹു ഈസ് ജീസസ് ക്രൈസ്റ്റ്? യേശു ക്രിസ്തു ആരാകുന്നു എന്നുള്ള ഒരു ചോദ്യവും അതിനോടനുബന്ധിച്ച് ചില വസ്തുതകളും നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതൊരു വലിയ ചോദ്യമാണ്. ഇതൊരു യേശുക്രിസ്തു അല്ലെങ്കിൽ ക്രിസ്തു ശാസ്ത്രം, ക്രിസ്റ്റോളജി എന്ന് പറയുന്നത് ഒരു ബൈബിൾ കോളേജിൽ ആ പഠനം നടത്തുമ്പോൾ അതിനെ അക്കാഡമിക്കലായിട്ട് പറയുമ്പോൾ 3 ക്രെഡിറ്റ് അവർ ക്ലാസ് കൊടുക്കുന്ന ഒരു സെമസ്റ്ററിലെ വിഷയമാണ്. എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ 3 ദിവസം ഓരോ മണിക്കൂർ വീതം പഠിപ്പിക്കുകയും അതങ്ങനെ ഒരു 5 അല്ലെങ്കിൽ 4-5 മാസം തുടർമാനമായിട്ട് പഠിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു വിഷയമാണ് വാസ്തവത്തില് ക്രിസ്റ്റോളജി. എങ്കിൽ മാത്രമേ അതിനൊരു അടിസ്ഥാനം പോലും കിട്ടുകയുള്ളൂ. യേശുക്രിസ്തുവിനെ കുറിച്ച് നാം എത്രമാത്രം പറഞ്ഞാലും വിശദീകരിച്ചാലും ഏത് ആംഗിളിലൂടെ വിശദീകരിച്ചാലും പോരാതെ വരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഇന്ന് ഈ ഏകദേശം 1 മണിക്കൂറോളമുള്ള നമ്മുടെ സമയം ഏത് ആംഗിളിലൂടെ ഇന്ന് എനിക്കത് മുഴുവനും പ്രസംഗിക്കാനോ പറയാനോ കഴിയുകയില്ല. ഒരു വശത്ത് നിന്നുള്ള ഒരു കാര്യം യേശുക്രിസ്തുവിനെ കുറിച്ച് പറയണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യേശുക്രിസ്തു ആരാണ്? നാം പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കണം. മക്കൾ ശ്രദ്ധിക്കണം, ആശയം ശ്രദ്ധിക്കണം, ചെറുപ്പക്കാരായ എല്ലാവരും ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. ഞാൻ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ പറയാൻ കാരണം അവർക്കും കൂടി മനസ്സിലാകുന്ന വിധത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അവസാനം ഒരു ചോദ്യം ചോദിക്കാം. ആ ചോദ്യത്തോടെ നിങ്ങൾ എല്ലാവരും പ്രതികരിക്കുകയും ചെയ്യണം. നിങ്ങൾ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെസ്സേജിന്റെ അവസാനം വരുമ്പോൾ ഞാൻ ഒരു ഓൾട്ടർ കോൾ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ഓൾട്ടർ കോൾ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഓൾട്ടർ കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സന്ദേശത്തോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ഈ കാര്യങ്ങൾ കേൾക്കണം. നാം യേശുവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഹൃദയവും മനസ്സും ചിന്തകളും നമുക്ക് ഏകീകരിച്ചുകൊണ്ട് ഏകാഗ്രമാക്കിക്കൊണ്ട് നമ്മെ രക്ഷിച്ച, നമ്മെ വീണ്ടെടുത്ത, നാം ആരാധിക്കുന്ന യേശു ക്രിസ്തു ആരാകുന്നു വാസ്തവത്തിൽ എന്നുള്ളത് നമുക്ക് വേദപുസ്തകത്തിലൂടെ ചില വാക്യങ്ങളിലൂടെയും ചിന്തകളിലൂടെയും നമുക്ക് പോകുവാനായിട്ട് കർത്താവിൽ ആശ്രയിക്കുക. ഹു ഈസ് ജീസസ് ക്രൈസ്റ്റ്? യേശു ആരാകുന്നു? യേശു ക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത് തന്നെ യേശു ക്രിസ്തുവിനെ കുറിച്ച് പല വിധത്തിലുള്ള പറച്ചിലുകൾ, അഭിപ്രായങ്ങൾ, ചിന്തകൾ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ ആളുകളുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് വേദപുസ്തകം തന്നെ വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടല്ലോ. ഉറക്കൊന്നും തൂങ്ങരുത്, വായിക്കോട്ടെ ഇട്ട് അവിടെ ഇവിടെ നിന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കരുത്. എന്നെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോളണം, നിങ്ങൾക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, യേശുക്രിസ്തു ജീവിച്ചിരുന്ന കാലയളവിൽ തന്നെ യേശുക്രിസ്തുവിനെ കുറിച്ച് പല വിധത്തിലുള്ള അഭിപ്രായങ്ങളും ചിന്തകളും ആശയങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളത് വേദപുസ്തകം വായിക്കുമ്പോൾ, ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിലെ ചില യേശുവിനെ കുറിച്ച് അന്നത്തെ കാലയളവിലുള്ള ആളുകൾ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് വേദപുസ്തകത്തിലെ ചില വാക്യങ്ങളിലൂടെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാനും എന്താണ് അവർ യേശുവിനെ കുറിച്ച് പറഞ്ഞത് എന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. കഴിയുമെങ്കിൽ നിങ്ങൾ ഈ വാക്യങ്ങളൊക്കെ എഴുതിയെടുക്കണം, ആശയം എഴുതിയെടുക്കണം. ഓക്കെ, മർക്കോസ് 6-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം, ഞാൻ ഈ വാക്യങ്ങൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ഇത് ഇവിടെ നോക്കാവുന്നതാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം. അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് തന്റെ പിതൃനഗരത്തിൽ ചെന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ പിതാവിന്റെ നഗരത്തിൽ ചെല്ലുകയാണ്. അവന്റെ ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു.
ശബത്തായപ്പോൾ അവൻ പള്ളിയിൽ ഉപദേശിച്ചു തുടങ്ങി. പലരും കേട്ട് വിസ്മയിച്ചു. ഇവ എവിടെ നിന്ന്? ഇവന് കിട്ടിയ ഈ ജ്ഞാനവും ഇവന്റെ കൈയാൽ നടക്കുന്ന വീര്യപ്രവൃത്തികളും എന്ത് എന്നുള്ളതാണ് യേശു പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ആളുകൾ ചോദിക്കുന്ന ചോദ്യം. എന്നിട്ട് അവരൊരു ആത്മഗതം പോലെ പരസ്പരം പറയുന്നത് പോലെ നമുക്ക് ഈ വാക്കുകൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുകയാണ്. അവർ പറയുകയാണ്, ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദ, ശീമോൻ എന്നവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? ഇവന്റെ സഹോദരികളും ഇവിടെ നമ്മോടുകൂടെ ഇല്ലയോ എന്ന് പറഞ്ഞ് അവങ്കൽ ഇടറിപ്പോയി. നിങ്ങൾ ഈ വാക്കുകൾ ശ്രദ്ധിക്കണം. ഇതെല്ലാം വാസ്തവത്തില് ആഴത്തിൽ എനിക്ക് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ മറ്റു ഭാഗത്തേക്ക് പോകേണ്ടതുകൊണ്ട് ഞാനത് അങ്ങനെ അധികം വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. യേശു ശബത്തിൽ പള്ളിയിൽ ചെന്ന് പ്രസംഗിക്കുമ്പോൾ യേശുവിന്റെ വാക്കുകളും യേശുവിന്റെ ജ്ഞാനവും കേട്ട ജനം വിസ്മയിക്കുകയാണ്. അവർ അത്ഭുതപ്പെടുകയാണ്. ഇവൻ എവിടെ നിന്ന് ഈ വിധത്തിലുള്ള ജ്ഞാനമുള്ളത്? ഇവന് എന്തുകൊണ്ടാണ് ഈ വീര്യപ്രവർത്തികൾ ചെയ്യാനായിട്ട് അവന് സാധിക്കുന്നത് എന്നെല്ലാം പറഞ്ഞിട്ട് അവന്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നോക്കുകയാണ്. യേശുവിന്റെ പശ്ചാത്തലം അവര് നോക്കുമ്പോൾ, എടാ ഇവൻ ഈ ആശാരിപ്പണിക്കാരനല്ലേ എന്നാണ് ചോദ്യം. ഇവൻ തച്ചനല്ലയോ എന്നാണ്. എന്ന് പറഞ്ഞാൽ യേശുവിനെ അതുവരെ ഈ പള്ളിയിൽ പ്രസംഗിക്കുന്നതിന് മുമ്പ് അവനെ കുറിച്ച് അറിഞ്ഞു എന്താണ്? ഒരു മരപ്പണിക്കാരൻ, തച്ചൻ, ആശാരി എന്നുള്ള നിലയിലാണ് ആ സമൂഹം അവനെ കണ്ടത്, അറിഞ്ഞത്. അവനെ ഇതുവരെ പരിചയപ്പെട്ടത് അങ്ങനെയാണ്. ആശാരിക്ക് ഇങ്ങനെ സംസാരിക്കാനായിട്ട് കഴിയുമോ? ഒരു മരപ്പണിക്കാരന് ഇങ്ങനെ സംസാരിക്കാനായിട്ട് കഴിയുമോ? പറയണമെങ്കിൽ ഇവനുള്ള ബൈബിൾ കോളേജിലോ വല്ല സെമിനാരിയിലൊക്കെ പഠിച്ചു വന്നിട്ട് അങ്ങനെ ഒരു പൈതൃകമുള്ള ഒരു പുരോഹിത കുടുംബത്തിൽ ജനിച്ച് ശുശ്രൂഷകളിൽ തഴക്കവും പഴക്കവുമുള്ള ഒരു വ്യക്തിയാണ് പറയുന്നതെങ്കിൽ ഇത് ഞങ്ങൾക്ക് സ്വീകരിക്കാമായിരുന്നു. പക്ഷേ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ച നമ്മുടെ സഹപ്രവർത്തകരായ നമ്മുടെ കൂട്ടുകാരായ യാക്കോബിന്റെയും യോസയുടെയും യൂദയുടെയും ശീമോന്റെയും സഹോദരനും ആശാരിപ്പണിക്കാരനുമായ ഈ പയ്യൻ, ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്നിട്ട് അവന്റെ വാക്കുകളിലെ ജ്ഞാനമോ അവന്റെ ആശയമോ അവന്റെ ചിന്തകളോ അവൻ പറഞ്ഞ കാര്യങ്ങളോ അവർക്ക് സ്വീകരിക്കാൻ കഴിയാതെ, ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം, അവങ്കൽ ഇടറിപ്പോയി എന്നുള്ളതാണ്. അവനെ സ്വീകരിക്കാൻ അവർക്ക് തയ്യാറാകാതെ പോയി. അപ്പൊ യേശുവിന്റെ കാലത്ത് യേശുവിന്റെ പിതൃനഗരത്തിൽ ഉള്ള ആളുകൾ യേശുവിനെ കുറിച്ച് വിചാരിച്ചെന്താ? യേശു ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തി, ഒരു ആശാരിപ്പണിക്കാരൻ. തച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശാരി, കാർപ്പന്റർ എന്നുള്ളതാണ്. യേശുവിനെ ആ നിലയിലാണ് അറിഞ്ഞത്. അപ്പൊ യേശുവിനെ ആ കാലത്തിൽ ഒരു കൂട്ടം ആളുകൾ മനസ്സിലാക്കിയത് തച്ചനാണ്. തച്ചൻ വലിയ കാര്യങ്ങളൊന്നും പറയണ്ട എന്നാണ് അവർ പറഞ്ഞത്. ഇനി അടുത്തത് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ യേശു ഫിലിപ്പിന്റെ കൈസരിയുടെ പ്രദേശത്ത് എത്തിയ ശേഷം തന്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. അപ്പോ യേശുവിന്റെ ശിഷ്യന്മാര് യേശുവിനെ കുറിച്ച് നാട്ടിലുള്ള സംഭാഷണം, യേശുവിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും ചിന്തകളും എന്താണെന്നുള്ളത് യേശുവിനോട് പറയുകയാണ്. അപ്പൊ ചിലര് യേശുവിനെ കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നത് എന്താണ്? യോഹന്നാൻ സ്നാപകനാണ്. ചിലര് പറയാണ് ഇത് ഏലിയാവാണ്. ചിലര് പറയാണ് ഇരമ്യാവാണ്. വേറെ ചിലര് പറയുന്നത് പ്രവാചകന്മാരിൽ ഒരുത്തനാണ്. അപ്പൊ യേശുവിനെ കുറിച്ചുള്ള പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ, പഴയ യോഹന്നാൻ സ്നാപകൻ മരിച്ചിട്ട് ഉയർത്തു വന്നതാണ് എന്ന് ചിലര് പറയുന്നുണ്ട്. ചിലര് പറയുന്നു അല്ല ഇത് ഏലിയാവാണ്. ഇതൊക്കെ പറയുന്നതിന് പല പല കാരണങ്ങളുണ്ട് കേട്ടോ. ഞാൻ അതിന്റെ ഒന്നും പശ്ചാത്തലത്തേക്ക് പോകുന്നില്ല. എന്തുകൊണ്ട് യേശു ഏലിയാവാണെന്ന് ആളുകൾ പറഞ്ഞു, ഇരമ്യാവാണെന്ന് പറഞ്ഞു, പ്രവാചകന്മാരിൽ ഒരുത്തനാണെന്ന് പറഞ്ഞു എന്നുള്ളതിനൊക്കെ പല കാരണങ്ങളുണ്ട്. അതിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ ബൈബിൾ കോളേജില് ഒരു 4-5 മാസം പഠിക്കേണ്ട വിഷയങ്ങളാണ്. ആ സമയങ്ങളും നമുക്കില്ലാത്തതുകൊണ്ട് ഇത്രയും നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ യേശുവിനെ കുറിച്ച് അങ്ങനെയുള്ള കുറച്ചാളുകൾ യേശു തച്ചനാണ്. വേറെ ചില ആളുകളുടെ ചിന്ത ഇച്ചിരി ഉയർന്നൊരു ചിന്താഗതിയായിരുന്നു. പ്രവാചകനാണ്, ഏതോ വലിയ മനുഷ്യനാണ്, വലിയ വലിയ കാര്യങ്ങൾ പറയുന്ന ഒരാളാണ് എന്നുള്ളതാണ്. ഇനി യോഹന്നാൻ സുവിശേഷം 7:12 നമ്മൾ കാണുന്നത് പുരുഷാരത്തിൽ അവനെ കുറിച്ച് വളരെ കുശുകുശുപ്പുണ്ടായി. വളരെ തനി നാടൻ മലയാള ഭാഷയാണ് അല്ലെ. എന്താ കുശുകുശുപ്പുണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വിധത്തിലുള്ള സംസാരവും
ഈ ചെറിയ ഇങ്ങനെ ഇങ്ങനെ അടക്കം പറച്ചിൽ എന്നാണല്ലോ നമ്മൾ പറയണത്. ഒരു അടക്കം പറച്ചില്, കുശുകുശുപ്പ്, കൊച്ചു വർത്തമാനം, ആളുകളുടെ ഇടയിൽ ചെറിയ കൂട്ടങ്ങൾ കൂടുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ സംഭാഷണങ്ങള്, പലതരത്തിലുള്ള പറച്ചിലുകള്, ഇതൊക്കെയാണ് കുശുകുശുപ്പ് എന്ന് പറയുന്നത്. എന്നിട്ട് കുറെ ആളുകൾ പറയുന്ന അഭിപ്രായം എന്താ? അവൻ നല്ലവൻ എന്ന് ചിലര്. കുറച്ച് ആളുകൾ പറയുന്നത് അവൻ നല്ലവനാ, നല്ലൊരു മനുഷ്യനാണ് പുള്ളി എന്നാണ് യേശുവിനെ കുറിച്ച് പറയുന്നത്. വേറെ ചിലർ പറയുന്നത് എന്താണ്? പുരുഷാരത്തെ വഞ്ചിക്കുന്ന ആളാണ് അവൻ. കുറച്ചാളുകളുടെ അഭിപ്രായം യേശു നല്ലവനാണെന്നും, വേറെ കുറച്ച് ആളുകളുടെ അഭിപ്രായ പ്രകാരം യേശു നാട്ടുകാരെ വഞ്ചിക്കുന്ന ഒരു മനുഷ്യനാണെന്നുമാണ്. ഇനി യോഹന്നാൻ 7:40-43 പുരുഷാരത്തിൽ പലരും ആ വാക്ക് കേട്ടിട്ട്, യേശുവിന്റെ വാക്കുകളാണ് തൊട്ട് മുമ്പിലുള്ളത്, അതിന് കേട്ടിട്ട് അവർ പ്രതികരിക്കുകയാണ്, ഇവൻ സാക്ഷാൽ ആ പ്രവാചകനാകുന്നു. അപ്പൊ ആ പ്രവാചകൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ നോക്കിക്കഴിഞ്ഞാൽ ദ പ്രോഫറ്റ് എന്നാണ്. ആ പ്രോഫറ്റ് എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ ഞാൻ എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കും എന്ന് പറഞ്ഞ ഒരു പ്രവാചക നിവൃത്തിയുണ്ട്. ആ പ്രവാചകൻ എന്നുള്ള നിലയിൽ അവർ ചിന്തിച്ചിട്ടാണ് യേശുവിനെ കുറിച്ച് പറയുന്നത്. അവൻ ആ പ്രവാചകനാകുന്നു എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ ഒരു പ്രവാചകൻ വരും, മോശയെ പോലെ ഒരു പ്രവാചകൻ വരും എന്ന് പറയുന്ന ഒരു പ്രവാചകനെ അവർ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ആ പ്രവാചകനാണെന്ന് അവർ ചിന്തിച്ചുകൊണ്ടാണ് അവർ പറയുന്നത്. വേറെ ചിലർ പറയാണ് ഇവൻ ക്രിസ്തു തന്നെ എന്നും മറ്റു ചിലര്. ഗലീലയിൽ നിന്നോ ക്രിസ്തു വരുന്നത്? അപ്പൊ കുറെ ആളുകൾ ഗലീലയിലാണ് ഈ സംഭാഷണമൊക്കെ നടക്കുന്നത്. അപ്പൊ ആ സംഭാഷണം കേട്ടിട്ട് പറയാ, ഗലീലയിൽ നിന്നാണോ ക്രിസ്തു വരുന്നത്? ദാവീദിന്റെ സന്തതിയിൽ നിന്നും ദാവീദ് പാർത്ത ഗ്രാമമായ ബേത്ലഹേമിൽ നിന്നും ക്രിസ്തു വരുന്നു എന്ന് തിരുവെഴുത്ത് പറയുന്നില്ലയോ എന്നും പറഞ്ഞു. അങ്ങനെ പുരുഷാരത്തിൽ അവനെ ചൊല്ലി ഭിന്നതയുണ്ടായി. യേശു നാട് നീളെ പ്രസംഗിച്ചും പഠിപ്പിച്ചും അത്ഭുതം ചെയ്തൊക്കെ പോവുകയാണ്. ഓരോ ആളുകൾക്കുണ്ടാകുന്ന അഭിപ്രായങ്ങൾ കണ്ടോ, ചിന്താഗതികൾ കണ്ടോ? പുരുഷാരത്തിൽ അവനെ ചൊല്ലി ഭിന്നതയുണ്ടായി. മർക്കോസ് 22:5-7 വരെയുള്ള വാക്യങ്ങൾ. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷവാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ ചില ശാസ്ത്രിമാരിരുന്നു. അവൻ ഇങ്ങനെ ദൈവദൂഷണം പറയുന്നത് എന്ത്? അപ്പൊ ദൈവദൂഷണം പറയുന്നവനായിട്ട്, ദൈവത്തിന്റെ സ്ഥാനം ഏറ്റെടുക്കുന്ന ഒരു അഹങ്കാരിയായിട്ട്, ദൈവത്തിന്റെ സ്ഥാനത്ത് തന്നെ നിർത്തുന്ന ഒരു വ്യക്തിയാണുള്ള നിലയിലുള്ള ദൈവദൂഷണം, ബ്ലാസ്ഫീമർ എന്നുള്ള ഒരു ചിന്തയാണ് ചില ആളുകൾക്ക് യേശുവിനെ കുറിച്ച് ഉണ്ടായത്. മത്തായി 12:1-2 വരെയുള്ള വാക്യങ്ങൾ. ആ കാലത്ത് യേശു ശബത്തിൽ വിളഭൂമിയിൽ കൂടി കടന്നുപോയി. അവന്റെ ശിഷ്യന്മാർ വിശന്നിട്ട് കതിർ പറിച്ചു തിന്നു തുടങ്ങി. പരീശന്മാർ അത് കണ്ടിട്ട്, ഇതാ ശബത്തിൽ വിഹിതമല്ലാത്തത് നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നു എന്നവനോട് പറഞ്ഞു. അപ്പൊ യേശുവിന്റെ ശിഷ്യന്മാര് കതിര് പറിച്ചു തിന്നുന്നത് യേശു വിലക്കിയില്ല എന്നുള്ളതാണ് അവരുടെ കംപ്ലൈന്റ്. അവരുടെ പരാതി എന്ന് പറയുന്നത്, യേശു തന്റെ ശിഷ്യന്മാരെ ഈ വിളഭൂമിയിൽ കൂടി കടന്നു പോകുമ്പോൾ, പാടത്തുകൂടി കടന്നു പോകുമ്പോൾ കതിര് പറിച്ച് ഓരോ മണികൾ ഇങ്ങനെ തിന്നുന്നത്, ഞാൻ എന്റെ ചെറുപ്രായത്തിലൊക്കെ അങ്ങനെ ചെയ്ത് ഞാൻ ഓർക്കുന്നുണ്ട്. നിങ്ങളും അത് ചെയ്തിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അതും ശബത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് നീ പറഞ്ഞ് വിലക്കാത്തത് എന്താണ്? നീ ഒരു നിയമലക്കിയാണ്, ന്യായപ്രമാണ ലംഘകനാണ് നീ എന്നാണ് യേശുവിനെ കുറിച്ച് ആളുകൾ പറഞ്ഞത്. മർക്കോസ് 3:21-22 വരെയുള്ള ഇതാണ് എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയ ഒരു കാര്യം. അവന്റെ ചാർച്ചക്കാർ എന്ന് പറഞ്ഞാൽ എന്താ? ബന്ധുക്കള്, അല്ലെ? ബന്ധുക്കള് ഇവനെ എന്റെ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ഇവൻ പറയണതും പ്രസംഗിക്കുന്നതും നാട്ടുകാരൊക്കെ പറയണതെല്ലാം വിലയിരുത്തിയിട്ട് അവര് പറയുന്ന ഒരു വാക്കാണ്, അവന് ബുദ്ധിഭ്രമം ഉണ്ട് എന്ന് പറഞ്ഞ് അവനെ പിടിപ്പാൻ വന്നു. ഇവന് കുറച്ച് നാളുകളായിട്ട് പുള്ളി കുറെ എക്സെൻട്രിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയണത്. ഇവന് ഈ ആശാരിപ്പണിയും ചെയ്തു നടന്നിട്ട് ഇവന് എന്ത് പറ്റിയാ പോയി? കഴിഞ്ഞ 30 വയസ്സ് വരെ വലിയ കുഴപ്പമില്ലായിരുന്നു. പെട്ടെന്ന് ഇവന് വല്ലാത്ത വിധത്തിൽ സംസാരിക്കുന്നു. ഇവൻ പാവങ്ങളെ മോചിക്കുന്നു. ഇവൻ ഇങ്ങനെ ദൈവരാജ്യത്തെ കുറിച്ച് പറയുന്നു. ഇവന് ഇവൻ എന്തോ ബുദ്ധിഭ്രമം, എന്തോ കാര്യമായിട്ടുള്ള 5 വയസ്സുടെ കുറവ് നമ്മുടെ ഈ പയ്യന് വന്നു പോയിട്ടുണ്ട് എന്നുള്ള ഒരു ധാരണയില് വളരെ ആത്മാർത്ഥതയോടെ, വളരെ സഹായിക്കണം എന്നുള്ള താല്പര്യത്തോടെ വല്യപ്പച്ചന്മാരും അവരുടെ മക്കളും അമ്മായിമാരും അവരുടെ മക്കളും ഒക്കെ ബന്ധുക്കളൊക്കെ വന്നേക്കാണ് പിടിക്കാനായിട്ട്. ഒരു ബുദ്ധിഭ്രമം ഉണ്ടെന്നും പറഞ്ഞ് അവനെ പിടിപ്പാൻ വന്നു.
യെരുശലേമിൽ അപ്പൊ വേറെ കുറച്ച് ആളുകൾ പറയുകയാണ് ഇത് മെന്റൽ പ്രോബ്ലം അല്ല. ഇത് കുറച്ച് ആളുകളുടെ ചിന്ത എന്താണ്, ഇവരെന്തൊരു സൈക്കാട്രിക് പ്രോബ്ലം ഉണ്ട്, ഒരു മെന്റലി ഡിസോർഡർ ആണ്. ഇവന് ഏതെങ്കിലും ചിലപ്പോൾ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെയും സൈക്കാട്രിസ്റ്റിനെയും ഒരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്താൽ ചിലപ്പോൾ മെച്ചപ്പെടുമായിരിക്കും എന്നുള്ളതാണ് ആദ്യത്തെ സെക്ഷൻ, ബുദ്ധിഭ്രമം. രണ്ടാമത്തെ സെക്ഷനിൽ വന്നു കഴിഞ്ഞപ്പോ അവർ പറഞ്ഞ ഇത് മെന്റൽ എന്നല്ല, ഇത് തനി ഭൂതാണ്. ഇത് ഭ്രാന്തല്ല, പിന്നെന്താണ്, ഇത് ഭൂതം പിടിച്ചേക്കാണ്. അതാണ് അവിടെ പറയുന്നത്. യെരുശലേമിൽ നിന്ന് വന്ന ശാസ്ത്രിമാര് അവന് ബെയൽസെബൂലുണ്ട്, ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് അവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു. ഇവന്റെ ഉള്ളിൽ ഭൂതം ഇരിക്കുന്നുണ്ട്, ഇവൻ ഭൂതഗ്രസ്തനാണ്, ഇവന് ഭൂതം പിടിച്ചിട്ടുണ്ടെന്നാണ് അവർക്ക് യേശുവിനെ നോക്കുമ്പോഴുള്ള ചിന്ത. അപ്പോ ഇതൊക്കെയാണ്. ഇനിയും പല കാര്യങ്ങൾ നമ്മൾ അവലോകനം ചെയ്ത പലതൊന്നും കാണാം. യേശു നസ്രത്തുകാരൻ എന്നൊക്കെ പറയുന്ന വാക്കുകളൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയല്ലേ, നീയൊക്കെ ഏത് കോത്താഴ്ത്തുകാരനാടാ എന്ന് പറയുന്നത് പോലെ ചില നാടുകളെ കുറിച്ചും ചില പ്രദേശങ്ങളെ കുറിച്ചൊക്കെ ആളുകള് വളരെ മോശമായിട്ട് കാണുമായിരുന്നു. ആ നാട്ടിൽ നിന്ന് വല്ല നന്മയും വരുമോ? അപ്പൊ അതുകൊണ്ട് കളിയാക്കി വിളിച്ചു അവനെ നസ്രത്തുകാരൻ എന്ന്. അന്ന് നസ്രത്തിൽ നിന്ന് ഒരു നന്മയും വരില്ല എന്നുള്ളത് കൊണ്ട് നസ്രത്തുകാരനാണ് എന്ന് പറഞ്ഞ് ഒരു അവഹേളന വാക്കുകൾ യേശുവിനെ കുറിച്ചൊക്കെ ഉപയോഗിച്ച് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ യേശുവിനെ കുറിച്ച് യേശുവിന്റെ കാലത്ത് വിവിധങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാലങ്ങൾ മുന്നോട്ട് പോയി യേശുവിനെ കുറിച്ച് പലതും ഉണ്ടായിട്ടുണ്ട്. യേശുവിനെ ഗുരുവെന്നും, യേശുവിനെ നല്ല ഗുരുവായിട്ടും, തത്വചിന്തകനായിട്ടും, വിപ്ലവകാരിയായിട്ടും, സ്നേഹത്തിന്റെ മാർഗം തെളിയിച്ചു തന്ന വ്യക്തിയായിട്ടൊക്കെ യേശുവിനെ കുറിച്ച് പല ചിന്തകളും ആശയങ്ങളും ആളുകളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഈ അടുത്തിടയ്ക്ക് ഒരു യൂട്യൂബില് വന്ന ഒരു കാര്യം ചർച്ചയായി. അത് നിങ്ങൾ എത്ര പേര് അത് ശ്രദ്ധിച്ചിട്ടുണ്ട്, നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട് എന്നുള്ളത് അറിയില്ല. പത്തനംതിട്ടയിലെ കളക്ടർ ദിവ്യ എസ് അയ്യർ എന്ന് പറയുന്ന ഒരു IAS വനിത, പുള്ളിക്കാരത്തി അന്ന് പത്തനംതിട്ടയിലെ കളക്ടർ ആയിരുന്നു. എന്നാൽ ഇന്ന് ഇപ്പോൾ വിഴിഞ്ഞം പോർട്ടിന്റെ MP ആണ്. കോൺഗ്രസിലെ G കാർത്തികേയന്റെ മകൻ ശബരിനാഥന്റെ ഭാര്യയാണ് ഈ ദിവ്യ എസ് അയ്യർ എന്ന് പറയുന്ന ഈ സുന്ദരിയായ ചെറുപ്പക്കാരി. പുള്ളിക്കാരത്തി പുള്ളിക്കാരത്തിയുടേതായ ചില രീതികൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും പ്രകടനങ്ങൾ കൊണ്ടും ഭാഷകൾ കൊണ്ടും ചെയ്തികൾ കൊണ്ടൊക്കെ മാധ്യമ ശ്രദ്ധ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആകർഷിക്കുന്ന, മാധ്യമങ്ങളിൽ ചർച്ചയാക്കപ്പെടുന്ന ഒരു കഥാപാത്രമാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് പുള്ളിക്കാരത്തി ഈസ്റ്റർ ദിനത്തിൽ ഒരു കവിത ചൊല്ലി, ഒരു പാട്ട് ചൊല്ലി പുള്ളിക്കാരത്തിയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഇട്ടത് ഈ അടുത്തിടയ്ക്ക് അതൊരു പ്രചാരത്തിൽ വരികയും വിവാദമാവുകയും ചെയ്തു. പുള്ളിക്കാരത്തി പറഞ്ഞ ആ കവിത, ആ പുള്ളിക്കാരത്തി പാടിയ ആ കവിത നിങ്ങളെ ഞാൻ കേൾപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ അത് കേൾക്കുക. നിങ്ങൾക്ക് അത് കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇത് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റില്ല അല്ലേ? ഒരു മിനിറ്റ്, ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഓക്കെ. ഇത് നിങ്ങൾക്ക് ശബ്ദം കേൾക്കാനായിട്ട് വളരെ സാധ്യത ബുദ്ധിമുട്ട്. അതിൽ വരില്ലായിരിക്കും. ഓക്കെ, ഇതിലെവിടെ എന്റെ സ്പീക്കർ എന്ന് പറയാനും പാടില്ലല്ലോ. ഇവിടെ അതെന്നാലും കേൾക്കില്ല, അതത്ര പോരാ. ഇത് അതിന്റെ സ്പിന്നില്ലല്ലോ. ഇപ്പൊ എടുത്ത് ചെയ്യാൻ പറ്റുമോ? അതായത് ഇത് നിങ്ങളെ അത് സൂചന ചെയ്യുമ്പോഴത്തേക്കും കിട്ടാമെന്ന് നോക്കാം. അതായത് ഞാൻ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ? ഓക്കെ, അതിലുണ്ടോ? അതിൽ കേൾക്കാൻ പറ്റുമോ? പക്ഷെ ഇത് തോന്നണ്ട. ഇപ്പൊ കേൾക്കാൻ പറ്റുമോ? അതിൽ വെച്ചാൽ കേൾക്കാൻ പറ്റും. ഇനി ഇതിന്ന് കണക്ഷൻ ഇല്ലാതെ തന്നെ അതിൽ പറ്റുമോ? ഓക്കെ, ഓക്കെ.
എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുക, അതിനുശേഷം ഞാൻ നിങ്ങളോട് പറയാം ഇതെന്താണെന്ന്. ഇതൊരു ഫോക്ലോറിക് ഒരു ഫോക്ലോറിക് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നാടൻ എന്ന് പറഞ്ഞ ഒരു എന്താ മോനെ ഒരു മുത്തശ്ശി കഥ, അല്ലെങ്കിൽ ഈ ഫോക്ക് സ്റ്റോറി എന്നൊക്കെ പറയില്ലേ നമ്മള്, നാടൻ കഥകള്, നാടൻ പാട്ട് പോലെയും ഒക്കെയുള്ള ഒരു സംവിധാനമാണ്. അഥവാ ഇതിന്റെ രചയിതാവ് ആരാണെന്ന് വാസ്തവത്തിൽ അറിയില്ല, ഇത് എഴുതിയത് ആരാണെന്ന് അറിയില്ല. ഏതോ ഒരു വ്യക്തി ഇത് എഴുതി, ഇത് എഴുതിയത് പലരും ആണെന്ന് അവകാശവാദങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് ഇതിന്റെ കൃത്യമായിട്ടുള്ള ഉറവിടം ഇതാരാണ് എഴുതിയതെന്ന് വ്യക്തമല്ല. പക്ഷെ ആ വ്യക്തി ഏതൊക്കെയോ ചില വാചകങ്ങൾ എഴുതി. അതിനുശേഷം പിന്നീട് ഈ പാട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ചൊല്ലിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനോട് ആളുകൾക്ക് കൂട്ടിച്ചേർക്കാം, ഇതിനോട് ആളുകൾക്ക് ഇഷ്ടമുള്ളതുപോലെ കൂട്ടിച്ചേർക്കാം എന്നുള്ളതാണ്. അപ്പോ ഈ സഹോദരി പറയുന്നത്, അല്ലെങ്കിൽ ഈ സഹോദരി പാടുന്നത് ഇതാണ്: യേശു, ഞാൻ ഇത്ര നേരം നമ്മൾ കണ്ടത് യേശു ആരായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് യേശുവിന്റെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. പിൽക്കാലത്ത് ആളുകൾ യേശുവിനെ കുറിച്ച് പറയുകയാണ്. യേശു ഇപ്പൊ ഈ ദിവ്യാസായി നല്ല രസമായിട്ട് അത് പാടുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരത്തി പാടുന്നത് ഇങ്ങനെയാണ്, ഞാൻ എന്റെ രീതിയിൽ പറയാം, അല്ലെങ്കിൽ ആ ചിന്ത ഇതാണ്: യേശു ഒരു യഹൂദനായിരുന്നു എന്നുള്ളതിന് മൂന്ന് നല്ല വാദങ്ങളുണ്ട്. ഒന്ന്, പിതാവിന്റെ ബിസിനസ്സിൽ ചേർന്ന് പ്രവർത്തിച്ചവനാണ് യേശു. ഇതൊന്നും വിശദീകരിക്കാൻ പോയ സമയം ഒത്തിരി ആവുന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ വിശദീകരിക്കുന്നില്ല. ഒരു യഹൂദ ബാലന്റെ ഉത്തരവാദിത്തമാണ് തന്റെ പിതാവിന്റെ ജോലി ഏറ്റെടുത്ത് ചെയ്യുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യേശു തച്ചനായിട്ട് നിന്ന് പ്രവർത്തിച്ചതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഇത് ഓരോന്നും വിശദീകരിക്കാൻ പോയ സമയം ഉണ്ടാവില്ല. അതുപോലെ 33 വയസ്സ് വരെ വീട്ടിൽ താമസിച്ചു. തന്റെ അമ്മയ്ക്ക് അവൻ ദൈവമാണെന്ന് ഉറപ്പുണ്ടായിരുന്നു. യേശു ഒരു ഐറിഷുകാരനായിരുന്നു എന്നുള്ളതിന് 3 നല്ല വാദങ്ങളുണ്ട്. ഒന്ന്, യേശു ഒരിക്കലും വിവാഹം കഴിച്ചില്ല. യേശുവിന് സ്ഥിരമായ ഒരു ജോലി ഉണ്ടായിരുന്നില്ല. അവൻ എപ്പോഴും കഥകൾ പറഞ്ഞുകൊണ്ടിരുന്നു. യേശു അവസാനത്തെ ആഗ്രഹം ഒരു പാനീയമായിരുന്നു. പച്ചപ്പ് നിറഞ്ഞ മേച്ചിൽ പുറങ്ങളെ യേശു സ്നേഹിച്ചു. യേശു ഐറിഷുകാരുടെ സ്വഭാവം. അപ്പൊ യേശു ഐറിഷുകാരനാണ്. കാരണം എന്താണ്? യേശുവിന് ഈ പണിയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അടുത്ത്, ഒരു പോർട്ടോറിക്കക്കാരൻ അല്ലെങ്കിൽ മെക്സിക്കൻകാരനായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ പേര് ജീസസ് എന്നായിരുന്നു. എപ്പോഴും നിയമക്കുരുക്കിലായിരുന്നു. ദ്വിഭാഷിയായിരുന്നു. രണ്ട് ഭാഷ സംസാരിക്കുമായിരുന്നു. തന്റെ അമ്മയ്ക്ക് പിതാവ് ആരാണെന്ന് അറിയില്ലായിരുന്നു. അധികാരികളാൽ പീഡിപ്പിക്കപ്പെട്ടു. അടുത്ത് പറയാണ്, യേശു ഇറ്റലിക്കാരനായിരുന്നു. കാരണം യേശു കൈകൾ കൊണ്ട് സംസാരിച്ചു. എല്ലാ ഭക്ഷണത്തോടൊപ്പം വീഞ്ഞു കുടിച്ചു. കെട്ടിട നിർമ്മാണ ജോലികളിൽ ഏർപ്പെട്ടു. ഒലിവ് ഓയിൽ ഉപയോഗിച്ചു. അടുത്ത് പറയാണ്, യേശു കറുത്ത വർഗക്കാരനായിരുന്നു. കാരണം യേശു എല്ലാവരെയും സഹോദര എന്ന് വിളിച്ചു. സ്ഥിരമായ വിലാസം ഉണ്ടായിരുന്നില്ല. ഗോസ്പൽ മ്യൂസിക് ഇഷ്ടപ്പെട്ടു. ആരും അദ്ദേഹത്തെ ജോലിക്കെടുത്തില്ല. ന്യായമായ വിചാരണ ലഭിച്ചില്ല. അപ്പൊ കറുത്തവർഗക്കാർക്ക് ഇതൊക്കെയാണ് ജീവിതത്തിൽ കിട്ടുന്നത്. അത് തന്നെ യേശുവിനും കിട്ടി. അതുകൊണ്ട് യേശു കറുത്തവർഗക്കാരനായിരുന്നു. യേശു ഒരു കാലിഫോർണിയക്കാരനായിരുന്നു. കാരണം യേശു മുടി ഒരിക്കലും മുറിച്ചിരുന്നില്ല. നീണ്ട മുടി ഉണ്ടായിരുന്നു. നഗ്നപാതനായി നടന്നു. ഒരു പുതിയ മതം കണ്ടുപിടിച്ചു. ഒരു പുതിയ മതം തുടങ്ങി. ഇനി അവസാനം പറയാണ്, യേശു ഒരു സ്ത്രീ ആയിരുന്നു. യേശു ഒരു സ്ത്രീ ആയിരുന്നു. എന്താ കാരണം? ഭക്ഷണമില്ലാത്തപ്പോൾ ഒരു ജനക്കൂട്ടത്തിന് ഭക്ഷണം നൽകി. പുരുഷന്മാരെ ഒരു സന്ദേശം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇച്ചിരി വ്യത്യാസപ്പെടണമായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ ജനക്കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ബഹുഭൂരിപക്ഷം പുരുഷന്മാർക്കും യേശു പറഞ്ഞത് മനസ്സിലായിരുന്നില്ല. എന്നിട്ടും യേശു സംസാരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ അങ്ങനെയാണല്ലോ, മനസ്സിലാകുക വേണ്ട, അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ള ഒരു ആശയക്കാരനായിട്ട്. പിന്നെ മരിച്ചതിന് ശേഷവും കൂടുതൽ ജോലിക്കായി എഴുന്നേൽക്കേണ്ടി വന്നു. സഹോദരിമാരുടെ ഒരു ഇത് വെച്ചിട്ട് മരിച്ചു എന്നിട്ടും അവിടെ നിന്ന് നമ്മുടെ സഹോദരിമാരും അമ്മമാരും അങ്ങനെയാണല്ലോ, വയ്യാണ്ട് കിടന്നാലും എഴുന്നേറ്റ് വന്ന് പണികൾ ചെയ്യും എന്നുള്ളത് പോലെ യേശുവിനെ കാണുകയാണ്. യേശു മരിച്ചിടത്ത് നിന്ന് എഴുന്നേറ്റ് വന്നു വീണ്ടും ചില ജോലികൾ ചെയ്തു. ഇതൊക്കെ
യേശു ഒരു സ്ത്രീ ആയിരുന്നു എന്നുള്ളതിന്റെ ഒരു ചിത്രം എടുക്കുകയാണ്. ഇനി പ്രിയപ്പെട്ടവരെ, ഇനി ദിവ്യായുസറ് ഇത് പാടുന്നത് നിങ്ങൾക്ക് കേൾക്കണോ എന്ന് ഞാൻ നോക്കട്ടെ. നീ കേൾക്കാമെങ്കിൽ കേൾക്കാം. പ്ലേ ആവുന്നില്ല. എല്ലാം ഇവിടെ സ്റ്റക്കായി. ഓക്കെ, എന്നാ വേണ്ട, ഞാനത് നിങ്ങൾക്ക് അയച്ചു തരുമോ, എന്തെങ്കിലും ചെയ്യാം, നിങ്ങളത് കേട്ടാൽ മതി. ഓക്കെ, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ പുള്ളിക്കാരത്തി എല്ലാം പറയുന്നില്ല, അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ പറയുന്നു എന്നുള്ളതാണ്. ഇത് വിവാദമായി എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോ ചില ആളുകൾ ഇതിനെ വളരെയധികം വിമർശിച്ചു. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഇത് മറ്റു മതങ്ങളെ കുറിച്ചും അവരുടെ വ്യക്തികളെ കുറിച്ചും അവരുടെ മത നേതാവിനെ കുറിച്ചും അവരാരാധിക്കുന്ന വ്യക്തികളെ കുറിച്ചും പറയാൻ ധൈര്യമുണ്ടോ എന്നൊക്കെ സോഷ്യൽ മീഡിയ വലിയ വാർത്തയാക്കി. ചിലർ അനുകൂലിച്ചും ചിലർ പ്രതികൂലിച്ചും ഒക്കെ സംസാരിച്ചു. അപ്പോ ഈ ഇങ്ങനെയൊക്കെയാണ് യേശുവിനെ ഓരോരുത്തര് കാണുന്നത്, മനസ്സിലാക്കി വെക്കുന്നത്. യേശുവിനെ കുറിച്ച് ഇനിയും പറയാം. നമ്മളും പറയുകയാണെങ്കിൽ യേശു ഒരു മലയാളി ആയിരുന്നു എന്നുള്ളതിന് കുറഞ്ഞത് 1-2 വാദങ്ങളുണ്ട് എന്ന് നമുക്കും പറയാം. യേശു മീൻ ഇഷ്ടം പോലെ കഴിച്ചിരുന്നു, ഇതിങ്ങനെ കൂട്ടിച്ചേർക്കാം. ഓക്കെ, ഓരോരോ നാടിനും പ്രദേശത്തുകാർക്കും യേശു ഒരു കണ്ണൂരുകാരനായിരുന്നു എന്നുള്ളതിന് തെളിവുകളുണ്ട്. യേശു ഒരു വിപ്ലവകാരിയായിരുന്നു. ഇങ്ങനെയൊക്കെ എന്ത് വേണമെങ്കിലും ഇങ്ങനെ പറഞ്ഞ് ചേർക്കാം. അപ്പൊ ഇതിനെ ഇതിനെ വേറൊരു ആംഗിളിലൂടെ കാണുന്നവരുണ്ട്. അതൊരു തത്വചിന്താപരമായ വീക്ഷണമാണ്. കാരണം ഈ പാട്ടിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് യേശു കർത്തവർഗക്കാരനായിരുന്നു എന്ന് പറയാനോ, സ്ത്രീ ആയിരുന്നു എന്ന് പറയാനോ, ഇറ്റലിക്കാരനായിരുന്നു എന്ന് പറയാനോ, യേശു പൊർട്ടോറിക്കക്കാരനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാലിഫോർണിയക്കാരനോ മെക്സിക്കക്കാരനോ ആണെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് യേശു എല്ലാവരുടെയുമാണ്. യേശു എല്ലാവരുമായിട്ടും ഐഡന്റിഫൈ ചെയ്യാൻ, ഏകീകരിക്കാൻ, സമന്വയിപ്പിക്കപ്പെടാൻ യേശു ഒരു സാർവദേശീയ പുരുഷനാണ്, യേശു എല്ലാവരുടേതുമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്വചിന്താ വീക്ഷണവും ഇതിന്റെ പുറകിലുണ്ട് എന്നുള്ളതുമാണ് മറ്റൊരു ഒരു വീക്ഷണവും ഒരു ചൊല്ലലും. അപ്പോ യേശുവിനെ കുറിച്ച് ഇങ്ങനെ യേശു ജീവിച്ചിരുന്ന കാലം മുതൽ, യേശു മരിച്ച് അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് ക്രിസ്ത്യാനിറ്റി ഈ 21-ാം നൂറ്റാണ്ടിൽ വന്നെത്തി നിൽക്കുമ്പോഴും യേശുവിനെ കുറിച്ച് ആളുകളുടെ ഇടയിൽ പല വിധത്തിലുള്ള ധാരണകളും തെറ്റിദ്ധാരണകളും അറിവുകേടുകളും ധാരാളമുണ്ട്. അത് ഇനിയും തുടർന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. എന്നാൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, യേശുവിനെ കുറിച്ച് നമുക്ക് അറിയണമെങ്കിൽ യേശു ആരാണ്, എങ്ങനെയുള്ളവനാണ്, യേശു എന്താണ് ചെയ്തത്, ഇത് നമുക്ക് അറിയാനായിട്ടുള്ള ഏക വഴി എന്താണ്, ഏക റിസോഴ്സ്, ഏക ഉറവിടം എന്ന് പറയുന്നത് എന്താണ്? വിശുദ്ധ വേദപുസ്തകം മാത്രമാണ്. വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ അല്ലാതെ, വിശുദ്ധ വേദപുസ്തകം ഒരാള് കൃത്യമായിട്ട് അല്ലെങ്കിൽ ശരിയായ നിലയിൽ പഠന വിധേയമാക്കുമ്പോൾ മാത്രമാണ് യേശു ആരാണെന്നും എങ്ങനെയുള്ളവനാണെന്നും യേശുവിന്റെ ദൗത്യം എന്തായിരുന്നു എന്നുള്ളതും ഒരു വ്യക്തിക്ക് മനസ്സിലാക്കിയുള്ളൂ. ബൈബിളിന് വെളിയിലുള്ള യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വർണ്ണനകളൊക്കെ വിശദീകരണങ്ങളൊക്കെ പരിമിതമാണ്, അതിൽ പോരായ്മകളും ഉണ്ടാകാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ ഇനി വേറൊരു കാര്യം ഓർത്തപ്പോൾ ഇത് പറയട്ടെ പ്രിയപ്പെട്ടവരെ. വിശുദ്ധ ബൈബിളിന്റെ സൗന്ദര്യവും സുവിശേഷം എഴുതിയവരുടെ സത്യസന്ധതയും അവരുടെ എന്താ പറയാ, അവർക്ക് പ്രത്യേക വിധത്തിലുള്ള ഒരു അജണ്ടയോ പ്രത്യേകമായിട്ടുള്ള ഒരു താല്പര്യമോ ഇല്ലാത്ത വിധത്തിൽ വളരെ സത്യസന്ധമായിട്ട് തന്നെയാണ് സുവിശേഷം എഴുതിയത് എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ്. യേശുവിന്റെ കാലത്ത് യേശുവിനെ കുറിച്ച് ആളുകൾ പറഞ്ഞ ഏറ്റവും മോശം പരാമർശങ്ങൾ പോലും അവർ രേഖപ്പെടുത്തിയത്. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? സുവിശേഷം എഴുതിയവർക്ക് യാതൊരു പ്രത്യേക അജണ്ടയും ഉണ്ടായിരുന്നില്ല. യേശുവിനെ എങ്ങനെയെങ്കിലും വാഴ്ത്തി പാടിപ്പിക്കുന്ന ഏറ്റവും ഉന്നതനായ മഹത്വത്തിയായിട്ട് മാത്രം ചിത്രീകരിക്കണം എന്നുള്ള താല്പര്യത്തോടെ യേശുവിന്റെ മഹത്വകരമായ കാര്യങ്ങൾ മാത്രം പറഞ്ഞ്, യേശുവിനെ കുറിച്ചുള്ള വാഴ്ത്തുപാട്ടുകൾ മാത്രം എടുത്ത് കാണിച്ചുകൊണ്ട്, യേശു ഉന്നതനാണ്, വലിയവനാണ്, യേശുവിനെ കുറിച്ച് ആളുകളുടെ ഇടയിൽ യാതൊരു കംപ്ലൈന്റും ഉണ്ടായിരുന്നില്ല
എന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ അജണ്ടയോടുകൂടി ചില കാര്യങ്ങൾ എഴുതിയേക്കാം എന്നുള്ള താല്പര്യത്തോടെ അല്ല സുവിശേഷകർ അവർ യേശുവിനെ കുറിച്ച് എഴുതിയത്. മറിച്ച് യേശു ആരാണെന്നുള്ളതിനെ കുറിച്ചുള്ള ശരിയായ വീക്ഷണം കൃത്യമായ നിലയിൽ യാതൊരു റോങ് മോട്ടീവും തെറ്റായിട്ടുള്ള ഒരു താല്പര്യവുമില്ലാതെ ഒരു അജണ്ടയും മുന്നിൽ വെക്കാതെ സത്യസന്ധമായിട്ട് രേഖപ്പെടുത്തി എന്നുള്ളതിന്റെ തെളിവാണ് യേശുവിന് ബുദ്ധിഭ്രമം ഉണ്ടായിരുന്നു എന്ന് അവന്റെ വീട്ടുകാർ ചിന്തിച്ചു എന്നും അവന് ഭൂതമുണ്ടായിരുന്നു എന്ന് നാട്ടുകാർ പലരും പറഞ്ഞു എന്നുള്ളതും അവൻ തച്ചനാണല്ലേ എന്നും പറഞ്ഞ് അവനെ അവഗണിച്ചും കൊച്ചാക്കിയും കണ്ടു എന്നുള്ളതും ഒക്കെ രേഖപ്പെടുത്തിയതിന്റെ കാരണം ആ സത്യസന്ധതയുടെ തെളിവാണ്. അപ്പോ യേശുവിനെ കുറിച്ച് എല്ലാ കാലത്തും, യേശു ഉണ്ടായിരുന്ന കാലത്തും യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് 21-ാം നൂറ്റാണ്ടിൽ എത്തിയിരിക്കുമ്പോഴും യേശുവിനെ കുറിച്ച് പല വിധത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. ഇന്നും നമ്മുടെ ഇടയിൽ യേശുവിനെ കുറിച്ച് പല വിധത്തിലുള്ള ആശയങ്ങളില്ലേ? എന്നാല് നമ്മള് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 15-17 വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു തന്റെ ശിഷ്യന്മാരോട് ചോദ്യം ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എന്നെ കുറിച്ച് എന്താണ് പറയുന്നത്? നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്നുള്ളതായിരുന്നു യേശു അവരോട് ചോദിച്ചു ചോദ്യം. അതിന് യേശുവിന്റെ ശിഷ്യന്മാരിൽ ഒരുവനായ ശീമോൻ പത്രോസ് കൊടുക്കുന്ന മറുപടി ഇതായിരുന്നു: നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ്. നീ ക്രിസ്തുവാണ്. നീ ദൈവപുത്രനാണ്. നീ ക്രിസ്തുവാണ്. നീ രാജാവാണ്. നീ അഭിഷിക്തനാണ്. ദൈവം അയച്ചിട്ട് വന്നവനാണ്. നീ ദൈവപുത്രനാണ്. ഇവിടെ രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന്, യേശുവിന്റെ ദൈവത്വവും യേശുവിന്റെ മനുഷ്യത്വവും നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. യേശുവിന്റെ ദൈവത്വമാണ് നീ ദൈവപുത്രൻ ആണ് എന്നുള്ള ആ വാക്കുകൾ. ക്രിസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്റ്റോ, മെസ്സായ, കിങ് എന്ന് പറഞ്ഞാൽ ദൈവത്താൽ ഒരു പ്രത്യേകമായ ലക്ഷ്യത്തിന് വേണ്ടി, ഒരു ദൗത്യത്തിന് വേണ്ടി അഭിഷേകം ചെയ്ത് അയക്കപ്പെട്ടവൻ എന്നുള്ള ആ അർത്ഥമാണ് ക്രിസ്തു എന്നുള്ളതിന് ഉള്ളത്. അപ്പോൾ പത്രോസ് അത് തിരിച്ചറിഞ്ഞിട്ട് പറയാ, ഒന്ന്, നീ ദൈവമാണ്. നീ ദൈവപുത്രനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമാണ് എന്നുള്ള അർത്ഥം. മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ പുത്രന്മാരെയാണ് മനുഷ്യരെന്ന് പറയുന്നത്, അല്ലെ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ സ്വഭാവമുള്ളവരെയാണ് മനുഷ്യപുത്രൻ എന്ന് പറയുന്നത്. മാനുഷികമായ സ്വഭാവങ്ങൾ ഉള്ളവരെയാണ് മനുഷ്യപുത്രൻ എന്ന് പറയുന്നത്. ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട എന്തെല്ലാം പ്രത്യേകതകളും സ്വഭാവങ്ങളും ഒരു വ്യക്തിക്കുണ്ടോ ആ വ്യക്തിയെ നമ്മൾ എന്ത് പറയും? മനുഷ്യപുത്രൻ അല്ലെങ്കിൽ മനുഷ്യൻ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിന്റെ ഇൻട്രിൻസിക് മീനിങ് എന്താണ്? അതിന്റെ ആന്തരികമായ അർത്ഥം എന്താണ്? ദൈവത്തിന്റെ എല്ലാ സ്വഭാവങ്ങളും ഉള്ളവനാണ് നീ. പിന്നെ പുത്രൻ എന്നുള്ളതൊക്കെ നമുക്ക് വീണ്ടും പറയട്ടെ, ഇത് വിശദീകരിക്കാൻ ഇവിടെ സമയമില്ല. നീ ദൈവമാണെന്നുള്ള തിരിച്ചറിവാണ് പത്രോസ് ഇവിടെ പറയുന്നത്. ഇനി യേശുവിന്റെ മറുപടി നോക്കുക. യേശു അതിനോട് പ്രതികരിച്ചത്, യേശുവിനോട് പറയുകയാണ്, ബാർയോന ശിമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല, അല്ലെങ്കിൽ മനുഷ്യരല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത് എന്നാണ് യേശു അതിനോട് പ്രതികരിച്ചത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ദൈവമാണെന്നും ദൈവപുത്രനാണെന്നും ക്രിസ്തുവാണെന്നും രക്ഷിതാവാണെന്നും പാപ വിമോചകനാണെന്നും വീണ്ടെടുപ്പുകാരനാണെന്നും രക്ഷകനാണെന്നും ഒക്കെ ഉള്ളത് ഒരു വെളിപ്പാടാണ്. ഇതൊരു ദൈവകൃപയുടെ ഭാഗമായിട്ട് കിട്ടുന്നതാണ്. ഇത് ദൈവത്തിൽ നിന്നും കിട്ടുന്ന ഒരു വലിയ ഭാഗ്യാവസ്ഥയാണ്. ഇന്ന് പകലില് ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും അറിയണം, യേശുവിനെ കുറിച്ച് ജനം പലതും പല അഭിപ്രായങ്ങളും പല പാട്ടുകളും പല നാടകങ്ങളും പല സിനിമകളും പല എഴുത്തുകളും പുസ്തകങ്ങളും എഴുതുമ്പോൾ യേശുവിനെ കുറിച്ച് ഉള്ളതും ഇല്ലാത്തതും, വേദപുസ്തകത്തിൽ ഇല്ലാത്തതും വേദപുസ്തകത്തിനോട് യോജിക്കാത്തതുമായ പല വസ്തുതകളും ലോകം പടച്ചു വിടുമ്പോൾ, എഴുതി വിടുമ്പോൾ, ചിത്രീകരിച്ചു വിടുമ്പോൾ യേശു സാക്ഷാൽ എന്റെ ദൈവമാണെന്നും എന്റെ വീണ്ടെടുപ്പുകാരനാണെന്നും എന്റെ രക്ഷിതാവും പാപവിമോചകനും നിത്യജീവൻ നൽകുന്നവനും ആണെന്നുള്ള വെളിപ്പാട് എനിക്കും നിങ്ങൾക്കും ലഭിച്ചത് ദൈവത്തിൽ നിന്നുള്ള ഒരു വലിയ ഭാഗ്യാവസ്ഥയുടെ കാരണം കൊണ്ടാണ്. ദൈവം എന്നോടും നിങ്ങളോടും കരുണ ചെയ്തു. ദൈവം എന്നോടും നിങ്ങളോടും കൃപ തോന്നി
എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കേണ്ടത്. അതാണ് പത്രോസിനോട് പറഞ്ഞത്, പത്രോസ് യു ആർ ബ്ലെസ്ഡ്, നീ ഭാഗ്യവാനാണ്, നീ ഭാഗ്യവാനാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോട് പറയട്ടെ, നമ്മൾ ഓരോരുത്തരും അറിയാം നമ്മൾ ഭാഗ്യവാന്മാരാണ്. യേശുവിനെ കുറിച്ചുള്ള ഈ വെളിപ്പാട് എനിക്കും നിങ്ങൾക്കും ഉണ്ടായത് ഒരു വലിയ ഭാഗ്യാവസ്ഥയാണ്. യേശു പറയാണ് ഇതൊരു വലിയ ഭാഗ്യാവസ്ഥയാണ് ശിമോനെ, പത്രോസെ, ഇത് വലിയൊരു ഭാഗ്യാവസ്ഥയാണ്. കാരണം ഈ വെളിപ്പാട് നിനക്ക് ലഭിച്ചു. മറ്റു പലർക്കും ഇരമ്യാവാണെന്നും യോഹന്നാൻ സ്നാപകനാണെന്നും ഏലിയാവാണെന്നും മറ്റു പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ ആളുകളുടെ ഉള്ളിൽ ഉണ്ടായപ്പോൾ നിനക്ക് ഞാൻ ദൈവപുത്രനാണെന്നുള്ളതും ക്രിസ്തുവാണെന്നുള്ളത് തിരിച്ചറിവുണ്ടായത് ഒരു ദൈവിക വെളിപ്പാടാണ്. ഞാൻ ചോദിക്കട്ടെ, അതിൽ എത്ര പേര് ദൈവത്തെ സ്തുതിക്കാറുണ്ട്? പലപ്പോഴും വി ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്, അല്ലെ? ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഇതൊക്കെ വലിയ വിലയൊന്നും കൊടുക്കാതെയോ, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ ഇതിലെന്താ പാസ്റ്റർ പറയണ ആവേശം എനിക്ക് തോന്നണില്ലല്ലോ എന്ന് പറഞ്ഞാൽ അതിലെന്തോ കാര്യമായ കുഴപ്പമുണ്ട്. കുറഞ്ഞ പക്ഷം നിങ്ങൾ രക്ഷിക്കപ്പെട്ടില്ല എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുകൾ നിങ്ങൾക്ക് ആവേശം നൽകുന്നില്ല എങ്കിൽ that means Christ has not born in your life. That's simply as it is. ഞാൻ ഇച്ചിരി റഫായാലും റൂഡായാലും നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. കാരണം സഭയിൽ ഇടയ്ക്ക് ഇങ്ങനെ പ്രസംഗിക്കേണ്ടത് ആവശ്യമാണ്. യേശുവിനെ കുറിച്ചുള്ള ചിന്തകളും യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാടുകളും നിങ്ങളെ ആരാധനയിലേക്കും വലിയ ആവേശത്തിലേക്കും കൊണ്ടുപോകുന്നില്ല എങ്കിൽ that simply means Christ is not there with you. You are simply a churchianity man. There is no Christ. നിങ്ങൾ വെറുതെ പള്ളിയിൽ വരുന്ന ഒരാള്, പള്ളിയിൽ പോകുന്നയാള്, അത്രേ ഉള്ളൂ. നിങ്ങൾ ചർച്ചിയാനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചർച്ചിൽ പോകുന്ന, പള്ളിയിൽ പോകുന്ന ഒരാള്. ഇങ്ങനെ നിങ്ങൾ മതത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു, എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇതിലങ്ങനെ ആകപ്പെട്ടു. വാസ്തവത്തിൽ ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെട്ടില്ല, അത്രേ ഉള്ളൂ. പത്രോസ് കണ്ടതുപോലെ പലരും യേശുവിനെ കണ്ടതാണ്, അല്ലെ? പത്രോസ് കേട്ടതുപോലെ പലരും യേശുവിന്റെ പ്രഭാഷണം കേട്ടതാണ്. ശിഷ്യന്മാര് പലരും കേട്ടതുപോലെ യേശുവിനെ കുറിച്ച് പലരും കേട്ടതാണ്. പക്ഷെ പലർക്കും ഉണ്ടായ അഭിപ്രായം എന്താ? ഓരോ വിധത്തിലാണ്. സ്വന്തം വീട്ടുകാർ പോലും യേശുവിനെ സ്വീകരിച്ചിരുന്നില്ല. സ്വന്തം സഹോദരങ്ങൾ പോലും യേശുവിനെ വേണ്ടുന്ന പോലെ അംഗീകരിച്ചില്ല, തള്ളിക്കളഞ്ഞു, യേശുവിനെ പരിഹസിച്ചു, യേശുവിനെ കൂട്ടത്തിൽ കൂട്ടിയില്ല, കളിയാക്കിയിരുന്നു. സ്വന്തം വീട്ടുകാർ പോലും. അവർ പലരും യേശുവിനെ അംഗീകരിച്ച് യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമാണ്. അപ്പോഴാണ് യേശു വന്നിട്ട് പറയാണ്, പത്രോസ്, നീ എന്റെ പിന്നാലെ വാ, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവരാക്കാം എന്നുള്ള ഒരൊറ്റ വാക്കിന്റെ പുറത്ത് ആ ശക്തി വ്യാപരിക്കുകയും ആ വാക്കിൽ എന്തോ ഒരു ആകർഷണീയത ഉണ്ടായി യേശുവിന്റെ പിന്നാലെ പോവുകയും ചെയ്ത പത്രോസ്, മത്സ്യം പിടിച്ചു നടന്ന പത്രോസ്, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരിൽ പ്രഥമ സ്ഥാനത്ത് വന്നു എന്ന് പറയുന്നത് ഒരു ഭാഗ്യാവസ്ഥയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുറ്റുപാടുകളിലുള്ള ഒത്തിരി ആളുകൾക്ക് യേശു ആരാണെന്ന് അറിയില്ല, യേശു എങ്ങനെയുള്ളവനാണെന്ന് അറിയില്ല. യേശുവിനെ കുറിച്ച് നല്ല അഭിപ്രായങ്ങളും ജനത്തിന്റെ ഇടയിൽ പറഞ്ഞ പോലെ യേശു നല്ലവനാണെന്ന് കുറച്ച് പേര് പറയും. വേറെ ചിലര്, ശശികല ടീച്ചറിനെ പോലെയുള്ളവർക്ക് യേശു ഒരു മതം മാറ്റം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടും പല വിധത്തിലുള്ള ചിന്തകളായിട്ടും യേശുവിനെ കുറിച്ച് പറയുമ്പോൾ, യേശുവിനെ ആരാധിക്കാൻ, യേശുവിനെ അറിയാൻ, യേശുവിനെ ഉള്ളത്തിൽ സ്വീകരിക്കാൻ, യേശുവിന്റെ അനുയായികളാകാൻ, യേശുവിനെ പ്രസംഗിക്കുവാൻ ജീവിതത്തിൽ നമുക്ക് നമുക്ക് അവസരം ലഭിച്ചിട്ടുണ്ടോ എങ്കിൽ അതൊരു ഭാഗ്യാവസ്ഥയാണ്. നിങ്ങളെ വാക്കുകള് കൂടെ കൂടെ ഓർക്കണം. ശിമോനെ, നീ ഭാഗ്യവാൻ. യേശു നിങ്ങളാ പറയുന്ന വാക്കുകൾ നിങ്ങളൊന്ന് ഭാവന കണ്ടു നോക്കുക. ശിമോനോട് പറയാണ്, നീ ഭാഗ്യവാൻ. നമ്മൾ പലപ്പോഴും ഒരു ഭാഗ്യമാണ് കേട്ടോ എന്ന് പറയാറില്ലേ? അതിനൊന്ന് ധ്യാനിച്ചു നോക്കുക. നീ ഭാഗ്യവാൻ. നിനക്ക് ഇതൊരു വെളിപ്പാടായിട്ടാണ് കിട്ടിയത്. നമ്മളിത് അറിഞ്ഞിരുന്നില്ല, ഇതൊക്കെ ഇങ്ങനെ വെളിപ്പാടായിട്ടാണ് വന്നത്. പക്ഷെ യേശു നമ്മളോട് ഇപ്പൊ പറയുകയാണ്, ഇതൊരു വലിയ വെളിപ്പാടാണ്, ഇതൊരു വലിയ വെളിപ്പാടാണ്. ഒത്തിരി പേർക്ക് യേശുവിനെ അറിയാതിരിക്കുമ്പോൾ, ഒത്തിരി പേര് യേശുവിനെ മനസ്സിലാക്കാതെ പോകുമ്പോൾ, യേശുവിനെ നമുക്കറിയുവാൻ ലഭിച്ചത് ഒരു വലിയ ഭാഗ്യാവസ്ഥയാണ് എന്നുള്ളതാണ്. അപ്പോൾ യേശു ആരാണ്? ഞാൻ പറഞ്ഞല്ലോ, യേശുവിനെ കുറിച്ച് എവിടെ നിന്ന് എന്ത് പറയണം എന്ന്
പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി ആംഗിളിലൂടെ പറയാനായിട്ട് കഴിയും. പക്ഷെ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് ഒരു വേറൊരു രീതിയിലൂടെ യേശുവിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്ന ഘടകങ്ങൾ എന്താണ് എന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യേശുവിനെ മറ്റുള്ള ആളുകളിൽ നിന്നും, യേശുവിന് മുമ്പ് ജനിച്ചിട്ടുള്ളവരിൽ നിന്നും, യേശുവിന് ശേഷം ജനിച്ചിട്ടുള്ളവരിൽ നിന്നും യേശുവിനെ വ്യത്യസ്തനാക്കുന്ന ഒരു 3-4 കാര്യങ്ങൾ വേഗത്തിൽ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അത് പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം എന്നുള്ളത് കൊണ്ട് ഞാൻ ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. യേശുവിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്ന ഘടകങ്ങൾ എന്താണ്? ഒത്തിരി ചിന്തകന്മാരും മതനേതാക്കന്മാരും ചരിത്ര പുരുഷന്മാരും നിറഞ്ഞ ലോകത്തിൽ യേശു അതുല്യനായി നിലകൊള്ളുകയാണ്. എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശു അനേകരിൽ ഒരാളല്ല. അവിടത്തേക്ക് മാത്രം, യേശുവിന് മാത്രം അവകാശപ്പെട്ട ഒരു വിഭാഗത്തിലാണ് യേശു നിലകൊള്ളുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് മറ്റാർക്കും അവകാശപ്പെടാൻ കഴിയുന്നതല്ല, മറ്റാർക്കും അവിടെ കയറി നിൽക്കാനും കഴിയുന്നതല്ല. കാരണം യേശുവിന്റെ ജനനവും ജീവിതവും സ്വഭാവവും പഠിപ്പിക്കലുകളും അവന്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പും ഒക്കെ മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു എന്നുള്ളതാണ് യേശുവിനെ അതുല്യ സ്വഭാവമുള്ള ഒരു വ്യക്തിയാക്കി, അതിശയകരമായി വലിയ പ്രാധാന്യമുള്ള വ്യക്തിയാക്കി യേശുവിനെ മാറ്റുന്നതിന്റെ കാരണം. നമുക്കറിയാം, യേശുവിന്റെ ജനനം മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങൾ അറിയണം. Why do you follow Jesus Christ? Why Jesus is important to you? യേശു ഇതിനെ നിങ്ങൾ അനുഗമിക്കുന്നത് എന്തുകൊണ്ടാണ്? യേശു നിങ്ങൾക്ക് എത്രത്തോളം അല്ലെങ്കിൽ എന്തുകൊണ്ട് പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുമ്പോൾ, നിങ്ങൾക്കൊരു സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ, നിങ്ങൾക്ക് ആളുകളോട് പറയേണ്ടി വന്നാൽ നിങ്ങൾക്ക് പറയാൻ കഴിയണം, പ്രിയ സഹോദര സഹോദരി, പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ ജനനത്തെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? യേശുവിന്റെ ജനനം അതുല്യമായ ഒരു ജനനമായിരുന്നു. എന്താണ് യേശുവിന്റെ ജനനത്തിന്റെ പ്രത്യേകത? യേശു ജനിച്ചത് ഒരു യാദൃച്ഛികമായിട്ട് ജനിച്ച വ്യക്തിയല്ല. നമ്മൾ ആരും ജനിച്ചതുപോലെ, യാദൃച്ഛികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഉള്ളില് ചില ചിന്തകൾ വന്നു, ഞാനത് അങ്ങനെ ഞാൻ ഇത്രയങ്ങ് പറയാം. നമ്മളെ എത്ര പേര് നമ്മുടെ മാതാപിതാക്കളാൽ പ്ലാൻഡ് ആയിട്ട് ജനിച്ചവരാണ്? കഴിഞ്ഞ ദിവസം ഞാനും സ്മിതയും ഒരു ഫിലോസഫിക്കൽ വർത്താനത്തിൽ ഏർപ്പെട്ടപ്പോൾ ഇത് പറയുകയുണ്ടായി. നമ്മളിൽ എത്ര പേര് നമ്മുടെ മാതാപിതാക്കൾ ചർച്ച ചെയ്ത്, ആഗ്രഹിച്ച്, ചിന്തിച്ച്, പ്ലാൻ ചെയ്ത്, സംസാരത്തിൽ ഏർപ്പെട്ട് നമുക്കൊരു കുട്ടി വേണം എന്നുള്ള ആഗ്രഹത്തോടെ നമ്മളിൽ എത്ര പേര് ജനിച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ചാൽ നമ്മൾ ആരും അയ്യോ അങ്ങനെയല്ലേ എന്ന് വിചാരിച്ച് വിഷമിക്കൊന്നും വേണ്ട. നമ്മൾ പലരും ജനിച്ചത് നമ്മുടെ മാതാപിതാക്കൾക്കുണ്ടായ ചില താല്പര്യങ്ങളും ആഗ്രഹങ്ങളും നിവർത്തിച്ചതിന്റെ ഭാഗമായിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് അയ്യോ പ്രഗ്നന്റ് ആയിരുന്നു അല്ലേ എന്നുള്ളത്. നിങ്ങൾ അതോർത്തൊന്നും വിഷമിക്കണ്ട, ഞാനങ്ങ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, ഒരു ചിന്തയ്ക്ക് വേണ്ടിയിട്ട്. അതിന്റെ പേരിൽ നമ്മൾ ആരൊന്നും വിഷമിക്കൊന്നും വേണ്ട. അത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു എന്ന് നിങ്ങൾ വിചാരിച്ചോളൂ. ഓക്കെ. പക്ഷെ യേശുവിന്റെ ജനനം തികച്ചും വ്യത്യസ്തമായ ഒരു ജനനമായിരുന്നു. കാരണം എന്താണ്? യേശുവിനെ കുറിച്ച് പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. യേശുവിനെ കുറിച്ചുള്ള പ്രവചനം എങ്ങനെയായിരുന്നു? യേശു എങ്ങനെ ജനിക്കുമെന്ന് പറഞ്ഞു എന്നറിയാമോ? യെശയ്യാവിന്റെ പുസ്തകം 7-ാം അധ്യായം 14-ാമത്തെയും വാക്യത്തിലാണ് പ്രവചനം. യെശയ്യാ പ്രവാചകൻ പറയാണ്, അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരടയാളം തരും. ഇതാ, ഒരു കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. യേശുവിന്റെ ജനനം സാധാരണ മനുഷ്യർ ജനിക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായി, പ്രകൃതിയിൽ സാധാരണ സംഭവിക്കുന്ന ഒരു രീതിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു യേശുവിന്റെ ജനനം. കന്യക ഗർഭിണിയായി മകനെ പ്രസവിക്കും. യേശു മറിയം എന്ന കന്യകയിലൂടെ ലോകത്തിലേക്ക് വന്നവരാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയ, വാസ്തവത്തിൽ ഈ ഒരു ഐഡിയ അതിന് മുമ്പില്ല, അതിന് ശേഷം പിന്നെ ആളുകൾക്ക് ചിന്തിച്ചാൽ പോലും നടക്കില്ല. ഇനി കന്യകാജനനം വിശ്വസിക്കാൻ ഈ കാലത്ത് വലിയ ബുദ്ധിമുട്ടുമില്ല. ഒരു കാലത്ത് ഇത് എങ്ങനെ സംഭവിക്കും, ഇതൊരു അത്ഭുതമായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇന്നൊരു കന്യകയ്ക്ക് പ്രസവിക്കാൻ ശാസ്ത്രം ഒരു പുരുഷ സംഗമം ഇല്ലാതെ തന്നെ ഒരു സ്ത്രീക്ക് പ്രസവിക്കാൻ കഴിയുമെന്ന് ലോകം തെളിയിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ കന്യകാ ജനനം വിശ്വസിക്കാൻ നമുക്ക് പ്രയാസപ്പെടേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ നിങ്ങൾ ആലോചിക്കണം, 2000 വർഷങ്ങൾക്ക് മുമ്പ്
യേശുവിന്റെ ജനനം ഒരു കന്യകയിലൂടെ ആയിരുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു 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 കാര്യം. അപ്പോൾ പ്രവചനങ്ങളുടെ യെശയ്യാവ് 7:14 യേശുവിന് വർഷങ്ങൾക്ക് മുമ്പ്, യേശുവിനും ഏകദേശം 800-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ്, യേശു ജനിക്കുന്നതിനും 800-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പ്രവചിച്ചിരുന്നു യേശുവിന്റെ ജനനം എങ്ങനെയായിരിക്കും എന്നുള്ളത്. യേശു തന്റെ ജനനത്തിൽ വ്യത്യസ്തനായിരുന്നു. യേശുവിന്റെ സ്ഥലവും ഗോത്രവും പ്രവചിക്കപ്പെട്ടിരുന്നു. യേശു ഏത് സ്ഥലത്ത് ജനിക്കും? മീഖാ 5:2 അവിടെ എഴുതിയിരിക്കുകയാണ്, നീയോ ബേത്ലഹേം എഫ്രാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ്രാത്തയിലുള്ള ബേത്ലഹേം എന്നാണ്. കൃത്യമായിരുന്നു, പല ബേത്ലഹേം ഉണ്ടായിരുന്നു. പക്ഷെ എഫ്രാത്തയിലുള്ള ബേത്ലഹേം, ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേം, അവിടെ യേശു ജനിക്കും എന്നാണ് യേശുക്രിസ്തുവിന്റെ ജനന സ്ഥലം പ്രവചിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവർ, യേശുവിന്റെ ജനന സ്ഥലത്തെ കുറിച്ചൊക്കെ യേശു അവിടെ തന്നെ ജനിക്കണമെന്ന് പ്രവാചകൻ പറഞ്ഞത് എന്ത് മനോഹരമായിട്ടാണ് ചരിത്രത്തിൽ നിറവേറിയത്. ചരിത്രത്തിൽ ആ രാഷ്ട്രീയ സംഭവങ്ങൾ പോലും രാഷ്ട്രീയ നേതാക്കന്മാർ അറിഞ്ഞിരുന്നില്ല. ഔഗുസ്തോസ് കൈസറിന്റെ കാലത്ത് എല്ലാവരും പേർവഴി ചാർത്തണം എന്ന് ആവശ്യപ്പെട്ട് താന്താന്റെ നാടുകളിലേക്ക് പോകുവാൻ കൽപ്പന പുറപ്പെട്ടിരിക്കുന്ന ഒരു സമയത്താണ് മറിയ യേശുവിനെ ക്യാരി ചെയ്തുകൊണ്ട് യോസെഫുമായിട്ട് ബേത്ലഹേമിലേക്ക് വരുന്ന അവരുടെ പട്ടണത്തിലേക്ക്. അതൊരു രാഷ്ട്രീയപരമായ നീക്കമായിരുന്നു. പക്ഷേ യേശുവും യോസെഫും അല്ലെങ്കിൽ മറിയയും യോസെഫും പട്ടണത്തിലേക്ക് വന്നത് അതിന്റെ പിന്നിൽ ദൈവികമായ ഒരു ഗൈഡൻസ്, ശലിപ്പിക്കൽ, ഒരു വലിയ പദ്ധതി ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ കാണാതെ പോകരുത്. എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ചരിത്രത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും, ചരിത്രത്തിൽ പല നേതാക്കന്മാരെടുക്കുന്ന തീരുമാനങ്ങളും നിങ്ങൾ ഓർക്കണം, ദൈവികമായ പല പ്രവചനങ്ങളുടെയും നിവൃത്തിയിലേക്ക് അത് നീങ്ങുവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഒരു സ്ഥലത്ത് ഒരു രാഷ്ട്രീയ പ്രശ്നമുണ്ടായാൽ, ഒരു സാമൂഹികമായിട്ട് ആഗോളപരമായിട്ട് ഒരു പ്രതിസന്ധി ഉണ്ടായാൽ നമ്മൾ ആരും അതിൽ കയറി വല്ലാതെ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇന്ന് വായിച്ച സങ്കീർത്തനത്തിൽ ഒരു വാചകമുണ്ടായിരുന്നു, യഹോവ തന്നെ രാജാവ്, കർത്താവ് സിംഹാസനത്തിൽ ഇരിക്കുന്നുണ്ട്, അവൻ സകലത്തെയും നിയന്ത്രിക്കുന്നവനാണ്, അവൻ തനിക്കിഷ്ടമുള്ളിടത്തേക്ക് ചരിത്രത്തെ അവൻ തിരിച്ചു കൊണ്ടുവരുന്നവനാണ്. അതുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്ന താൽക്കാലികമായിട്ടുള്ള പ്രതിസന്ധികളെ ഒന്നും ഓർത്ത് വിശ്വാസികളായ നമ്മൾ വിചാരപ്പെടേണ്ടതായിട്ടില്ല എന്നുള്ള ഒരു പാഠം കൂടി നമ്മൾ അറിയുക. യേശുവിന്റെ സ്ഥലം പ്രവചിക്കപ്പെട്ടിരുന്നു. അത് കൃത്യമായിട്ട് നിങ്ങൾ ഇനി സുവിശേഷമൊക്കെ ഇതൊക്കെ വായിക്കുമ്പോൾ വായിച്ചു നോക്കുക. ഇന്ന് കഷ്ടപ്പെട്ടാണ് യോസെഫും മറിയയ്ക്ക് ബേത്ലഹേമിൽ എത്തുന്നത്, അല്ലെ? അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവന്റെ ഗോത്രം പ്രവചിക്കപ്പെട്ടിരുന്നു. യേശു ഏത് ഗോത്രത്തിൽ ജനിക്കും? ഏത് ഗോത്രത്തിൽ യേശു ജനിച്ചത്? യഹൂദ ഗോത്രം. ഇന്ന് മറന്നു പോകരുത് കേട്ടോ. യഹൂദ ഗോത്രത്തിലാണ്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നീയോ ബേത്ലഹേം എഫ്രാത്ത. രണ്ട് രീതിയിൽ ആ വാക്ക് വായിക്കാം. അടുത്ത വാക്ക് യഹൂദ ഗോത്രങ്ങളിൽ ചെറുതായിരുന്നാലും എന്ന് വായിക്കാം. പക്ഷെ ശരിക്കും വായിക്കേണ്ടത് യഹൂദ ഗോത്രങ്ങളിൽ ചെറുതായിരുന്നാലും എന്നാണ്. ഓക്കെ, യഹൂദ ഗോത്രങ്ങളിൽ ചെറുതായിരുന്നാലും. നമ്മൾ പലപ്പോഴും അങ്ങനെയല്ലോ ചില വാക്കുകൾ നമ്മൾ ഒരു അർത്ഥമില്ലാണ്ട് വായിച്ചു പോകുന്നത്. യഹൂദ ഗോത്രങ്ങളിൽ ചെറുതായിരുന്നാലും എന്നാ വായിച്ചു പോകാറ് പലരും. യഹൂദ ഗോത്രങ്ങളിൽ ചെറുതായിരുന്നാലും നിന്നിൽ നിന്ന് എനിക്ക് വേണ്ടി ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ പുറപ്പെട്ടു വരും എന്നാണ് യേശുവിനെ കുറിച്ച് പറഞ്ഞത്. യേശുവിന്റെ സ്ഥലം, യേശുവിന്റെ ഗോത്രം പ്രവചിക്കപ്പെട്ടു. ഇനി യേശുവിന്റെ ജനനത്തിന്റെ ഉദ്ദേശം നേരത്തെ തന്നെ പ്രവചിക്കപ്പെട്ടിരുന്നു. എന്താണ്? യേശുവിന്റെ ജനന സമയത്തിന് മുമ്പേ തന്നെ ആ മാലാഖ വന്നിട്ട്, ദൂതൻ വന്നിട്ട് മറിയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതാണ് മത്തായി 1:21 പറയുന്നത്. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. അതുകൊണ്ട് നീ അവനെ യേശു എന്ന് പേർ വിളിക്കണം. മറിയ, യോസഫ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരൊന്നും കൊച്ചിനിടാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെയൊക്കെ പേര് ആരായിട്ടെ? നമ്മുടെയൊക്കെ പേര് നമ്മുടെ അപ്പനും അമ്മയും തർക്കിച്ചും വാദിച്ചും പിന്നെ ഓക്കെ, ആദ്യത്തെ കൊച്ചിന് നിങ്ങൾ പേരിട്ടു, രണ്ടാമത്തെ കൊച്ചിന് ഞാനാണ് പേരിടുന്നത്. പിന്നെ നാട്ടുകാരോടും വീട്ടുകാരോടും ബൈബിളിലും ഒക്കെ പരിധി അവസാനം ചിലപ്പോൾ നറുക്കിട്ടെടുത്തും ഒക്കെയാണ് നമ്മുടെയൊക്കെ പേരുകൾ വന്നത്. ചിലരുടെ പേര് ചിലർക്ക് ഇഷ്ടമല്ല. എനിക്ക് എൻ്റെ പേര് ഇഷ്ടമല്ല, എന്ത് ചെയ്യാൻ പറ്റും?
എന്റെ പേര് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നെങ്കിലും ഞാൻ ആഗ്രഹിച്ചു പോകണ്ട. പക്ഷെ ഇനി പേര് മാറുമ്പോൾ ഒരു സുഖമില്ലായിരുന്നു അല്ലേ? നിങ്ങളുടെ പേര് നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇഷ്ടമല്ല. അതെന്നെ ഭൂരിഭാഗം ആളുകൾക്ക് അങ്ങനെയാന്ന് തോന്നുന്നുണ്ട് അല്ലേ? സാബുവിന്റെ പേര്, സാബുവിന്റെ ഒരു സൂപ്പർ പേരാ. അല്ലെങ്കിൽ സാബുവിന്റെ പേര് സാബുവിന് ഇഷ്ടമാണ്, പക്ഷെ റെജീനയ്ക്ക് ഇഷ്ടമല്ല. റെജീനയ്ക്ക് ഇഷ്ടമല്ല. ആ അങ്ങനത്തെ കാരണങ്ങളുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് പലർക്കും നമ്മുടെ പേരുകളൊന്നും എന്ന് പറഞ്ഞാൽ ഈ പഴയ ആളുകളുടെ പേരൊന്നും അല്ല കേട്ടോ. ഇപ്പൊ ജോൺ സാമുവൽ എന്ത് മനോഹരമായ പേരാണ്. ഞങ്ങളുടെ കാലത്തെ പ്രശ്നമാണ് ഞങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞത്. ക്ലീറ്റസ് നല്ല പേരാണ്. വിക്ടർ ഒക്കെ നല്ല പേരാണ്. ഇത്രയൊക്കെ നല്ല പേരാണ്. ആഷറൊക്കെ സൂപ്പർ പേരല്ലേ? പക്ഷെ ഞങ്ങളുടെ കാലത്ത് ജനിച്ചവരുടെ ഒരു അവസ്ഥ എന്ത്? ലൈജു, പിന്നെ സിജു, ബിജു, രമേശ്, സുമേഷ്. അത് ഇടുന്ന ആരും നിങ്ങൾ എന്നെ വിളിക്കാൻ എനിക്ക് സന്തോഷമായിരുന്നു. ഞാന് മാമോദിസ മുങ്ങിയപ്പോ എന്റെ പള്ളിയിലിട്ടിരിക്കുന്ന പേര് തോമസ് എന്നാണ്. ഞാൻ പറഞ്ഞപ്പോൾ ആ പേരായിരുന്നു നല്ലത്. അത് പിന്നെ അങ്ങ് വിളിച്ചുകൊണ്ടിരുന്നായിരുന്നു. എന്റെ ചേട്ടന്മാർക്കൊക്കെ ആ പേരായിട്ടങ്ങനെ എന്ന് പറഞ്ഞാൽ വല്യപ്പച്ചന്മാരുടെ മക്കൾക്കൊക്കെ വല്യാപ്പൻ ഇങ്ങനെ നമ്മൾ പറയില്ല, അവിടുത്തെ കൈത്തൊട്ടപ്പൻ എന്നൊക്കെ പറയില്ലേ? ഞാൻ തലതൊട്ടപ്പൻ, കൈത്തൊട്ടപ്പൻ. ആ പേരായിരുന്നു കുറച്ചുകൂടി നല്ലത്. ഞാൻ പറഞ്ഞത്, യേശു ജനിക്കുന്ന സമയത്ത് യേശു ജനിക്കുമ്പോൾ മറിയോടും യോസഫിനോടും പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരൊന്നും ഇടാൻ പറ്റില്ല, കാരണം ദിസ് ബോയ് ഈസ് ബോൺ വിത്ത് എ പർപ്പസ്. യഹൂദൻ എന്ന് പറഞ്ഞാൽ യഹൂദന്റെ പേര് കേൾക്കുമ്പോൾ ആ പേരിൽ ഒരർത്ഥവും ഒരു ഉദ്ദേശവും ലക്ഷ്യവും ഒക്കെ ആ പേരിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് യേശുവിന് യേശു എന്ന പേർ നൽകിയത്. യേശു എന്ന് പറഞ്ഞാൽ രക്ഷകൻ, സേവിയർ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവൻ തന്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവന് യേശു എന്ന് പേരിടണം. അപ്പൊ യേശുവിന്റെ ജനനത്തിന്റെ അതുല്യതയാണ് നമ്മൾ കാണുന്നത്. യേശു മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായിരിക്കുന്നത് എങ്ങനെയാ? യേശുവിന്റെ ജനനത്തിൽ. എന്താ യേശുവിന്റെ ജനനത്തിന്റെ പ്രത്യേകത? യേശുവിന്റെ ജനനം പ്രവാചക പുസ്തകങ്ങളിൽ അല്ലെങ്കിൽ യേശുവിന് മുമ്പേ തന്നെ പ്രവചിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അത് തിരുത്തപ്പെടാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതിൽ അബദ്ധം വന്നിട്ടില്ല. യേശു ജനിക്കുന്ന സ്ഥലം പ്രവചിച്ചിരുന്നു. യേശു ഏത് ഗോത്രത്തിൽ ജനിക്കുമെന്ന് പറഞ്ഞിരുന്നു. യേശുവിന്റെ ജനനത്തിന്റെ ഉദ്ദേശം യേശുവിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിൽ നിന്നൊന്നും യേശു മാറിയിരുന്നില്ല എന്നുള്ളതാണ്. കന്യകാ ജനനം അത് നമ്മൾ കണ്ടിരുന്നു എന്നുള്ളതാണ്. ഒരു വലിയ ദൈവികമായ ഇടപെടലിന്റെ ഭാഗമാണ് പ്രിയപ്പെട്ടത്. ഒരു വലിയ ദൈവികമായ ഇടപെടലാണ് അതിൽ നടന്നത്. യേശുവിന്റെ ജനനത്തെ കുറിച്ചൊക്കെ നിങ്ങൾ വായിക്കണം, പഠിക്കണം. എത്ര അത്ഭുതകരമായ ജനനമായിരുന്നു. ഇനി യേശുവിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കി നിർത്തുന്നത് യേശുവിന്റെ സ്വഭാവമാണ്. അവനിൽ, ഇത് നിങ്ങൾ അറിയണം, ഇതൊരു ദൈവശാസ്ത്രപരമായ കാര്യമാണ്. യേശുവിന് മാത്രമുണ്ടായിരുന്ന ഒരു പ്രകൃതമാണ് യേശുവിൽ ദൈവത്വവും മനുഷ്യത്വവും ഒരുപോലെ ഉണ്ടായിരുന്നു എന്നുള്ളത്. യേശു എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു? പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ വ്യക്തിയായിരുന്നു യേശു. ഇനി നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണേ. യേശു ഒരു വ്യക്തിയും രണ്ട് പ്രകൃതവും ഉള്ളവനായിരുന്നു. രണ്ട് പ്രകൃതത്തോടു കൂടിയ ഏക വ്യക്തിയായിരുന്നു യേശു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തു എന്ന് പറയുന്ന പേഴ്സൺ, ഒരൊറ്റ വ്യക്തി. പക്ഷെ അവനിൽ എന്ത് പ്രകൃതം ഉണ്ടായിരുന്നു? ദൈവത്വം എന്നുള്ള പ്രകൃതവും മനുഷ്യത്വം എന്ന പ്രകൃതവും. നേച്ചർ ഓഫ് ഗോഡ് ആൻഡ് നേച്ചർ ഓഫ് മാൻ. ഇത് രണ്ടും ഒരുപോലെ സമ്മേളിച്ച ഒരു അതുല്യനായ വ്യക്തിയായിരുന്നു യേശു. ഈ ഒരു പ്രകൃതം യേശുവിന് മുമ്പും ആർക്കും ഉണ്ടായിട്ടില്ല, യേശുവിന് ശേഷം ഇനി ആർക്കും ഉണ്ടാകാനും പോകുന്നില്ല. അങ്ങനെ ഒരു വ്യക്തി ലോകത്തിൽ ഇനി ഉണ്ടാകാനോ ജനിക്കാനോ പോകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. യേശു 100% ദൈവവും 100% മനുഷ്യനുമായിരുന്നു. യേശു 50% ഗോഡോ 50% മനുഷ്യനുമായിരുന്നില്ല. അവൻ 100% ദൈവവും 100% മനുഷ്യനുമായിരുന്നു. ഇനി അവനിങ്ങനെ 50-50 ആയിട്ട് നിന്ന വ്യക്തിയല്ല. അതും നമ്മൾ ആലോചിക്കണം, അറിയണം. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ ഈ ഭാഗം അറിയണം. യേശുവിന്റെ പകുതി ദൈവത്വവും പകുതി മനുഷ്യത്വവും എന്നുള്ളതല്ല. ഇത് രണ്ടും കൂടി സമ്മേളിച്ച ഒരു വ്യക്തിയായിരുന്നു യേശു. ഇത് രണ്ടും കൂടി സമ്മേളിച്ച ഏക വ്യക്തിയാണ് യേശു. മനുഷ്യത്വവും ദൈവത്വവും കൂടിക്കലർന്നുണ്ടായ ഒരു വ്യക്തിയല്ല യേശു.
അത് രണ്ടും കൂടി ചേർന്നിട്ട് വേറൊരു വ്യക്തിയാകുകയായിരുന്നില്ല യേശു. ദൈവത്വവും മനുഷ്യത്വവും അവനിൽ ഒരേപോലെ ഒരു വ്യക്തിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ യേശുക്രിസ്തുവിനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഇതൊരു ദൈവശാസ്ത്രമാണ്, ഇത് ദൈവശാസ്ത്ര ചിന്തയാണ്, ഇത് ദൈവീകമായ ഒരു കാര്യമാണ്, ഇത് ദൈവത്തിന്റെ ഒരു ഇതുകൊണ്ടാണ് കർത്താവ് യേശു പത്രോസിനോട് പറയുന്നത്, പത്രോസ് ഇതൊരു വെളിപ്പാടാണ്. ഇതിങ്ങനെ നീ യേശുവിനെ എടുത്തുകൊണ്ടൊന്ന് ലാബിൽ ചെന്ന് ടെസ്റ്റ് ചെയ്തിട്ട് പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യമല്ല, അങ്ങനെ അറിയാനായിട്ട് പറ്റില്ല. ഇതൊരു വെളിപ്പാടും ഇതൊരു വിശ്വാസത്തോടെ സ്വീകരിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ വരുമ്പോഴാണ് യേശുവിലൂടെയുള്ള ആ രക്ഷ, ആ നിത്യജീവൻ, പാപമോചനം ഒരു വ്യക്തിക്ക് ലഭ്യമാകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ യേശുക്രിസ്തുവിൽ ദൈവത്വവും മനുഷ്യത്വവും അതിന് മുമ്പ് ഒരെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് മനസ്സിലാകുമായിരുന്നു, അതിന് ശേഷവും ഒരാളുണ്ടായിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാകുമായിരുന്നു. ഇത് യേശു ഒരൊറ്റ യുണീക്ക് വ്യക്തിയായിട്ട് നിൽക്കുകയാണ്. ഉദാഹരണം കാണിക്കാനായിട്ട് ഒന്നുമില്ല നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട്. പണ്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയിലെ ആ പുള്ളിനെ പോലെ, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഒരു പുള്ളിയിലെ ആ ആളെ പോലെ എന്ന് പറയാനായിട്ട് യേശുവിനെ കമ്പയർ ചെയ്ത് താരതമ്യപ്പെടുത്തി കാണിച്ചു കൊടുക്കാൻ ഒരു വ്യക്തി ലോകത്തിൽ യേശുവിന് മുമ്പും ഉണ്ടായിട്ടില്ല, അതിനുശേഷമില്ല. ഇതൊരു വലിയ യുണീക്ക് സവിശേഷമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്, അല്ലെങ്കിൽ യേശുവിന് മാത്രം അവകാശപ്പെട്ടതും യേശുവിൽ മാത്രം കാണുന്നതുമായ ഒരു പ്രത്യേകതയാണ് എന്നുള്ളതാണ് അവന്റെ സ്വഭാവം എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ അവന്റെ നേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അവൻ പൂർണ്ണമായും ദൈവവും അതേസമയം പൂർണ്ണമായും മനുഷ്യനുമായിരുന്നു. ഒരു വിരോധാഭാസമായി നമുക്കത് തോന്നുമെങ്കിലും പ്രിയപ്പെട്ടവരെ, ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനപരമായ വിശ്വാസത്തിൽ ഒന്നാണിത്. യേശുവിനെ നമ്മൾ സ്വീകരിക്കുന്നത് ദൈവമായിട്ടാണ്. ഓക്കെ, യേശുവിനെ മനുഷ്യനായി സ്വീകരിച്ചത് കൊണ്ട് രക്ഷയില്ല. യേശു സമ്പൂർണ്ണ മനുഷ്യനായിരുന്നു എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് ഒരാൾക്ക് രക്ഷയില്ല. പക്ഷെ യേശുവിനെ എങ്ങനെ അംഗീകരിക്കണം? യേശു ദൈവമായിരുന്നു എന്ന് തന്നെ അംഗീകരിക്കണം. എന്ന് തന്നെ അംഗീകരിക്കണം. അപ്പോ ഈ യേശുവിനുണ്ടാകുന്ന ഈ സ്വഭാവം കൊണ്ട് യേശുവിനുണ്ടായ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അതാണ് എന്റെ വലതുവശത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനൊന്ന് വായിക്കാൻ, നിങ്ങളൊന്ന് മനസ്സിലാക്കിയെടുക്കുക. ഈ അതുല്യമായ സ്വഭാവം മൂലം, ഏത് അതുല്യമായ സ്വഭാവം മൂലം? ദൈവത്വവും മനുഷ്യത്വവും എന്ന് പറയുന്ന ഈ ഒരു പ്രകൃതം മൂലം യേശുവിന് മനുഷ്യരുടെ പരിമിതികളെയും ദുരിതങ്ങളെയും മനസ്സിലാക്കാനായിട്ട് കഴിയുമായിരുന്നു. മനുഷ്യൻ ആരാണ്, എങ്ങനെയുള്ളവനാണ്, അവന്റെ ദുരിതം, അവന്റെ അവസ്ഥ, അവന്റെ സാഹചര്യം, അവനെ കുറിച്ച് അറിയാൻ യേശുവിന് ഒരു മനുഷ്യൻ എന്ന നിലയിൽ പരിപൂർണമായ കഴിവുണ്ടായിരുന്നു. നമ്മളോട് ഐഡന്റിഫൈ ചെയ്യാൻ. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ കാണുന്നത്, നമുക്കുള്ള മഹാപുരോഹിതനോ നമ്മുടെ ബലഹീനതകളിൽ അവൻ തുണ നിൽക്കുന്നവനാണ്. അവന് നമ്മളുടെ ബലഹീനത എന്താണെന്നറിയാം, നമ്മുടെ ശക്തി കുറവ് എന്താണെന്നറിയാം, നമ്മുടെ കഴിവില്ലായ്മ എന്താണെന്നറിയാം, നമ്മുടെ പരാജയങ്ങൾ അവനറിയാം, നമ്മൾ എവിടെയൊക്കെ വീക്കാണ്, ബലഹീനരാണ് എന്നുള്ളത് യേശുവിന് അറിയാം എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ യേശുവിന്റെ അടുക്കിലേക്ക് ധൈര്യമായിട്ട് വരൂ എന്നാണ് എബ്രായ ലേഖനം പറയുന്നത്. നിങ്ങൾ യേശുവിന്റെ അടുക്കിലേക്ക് ധൈര്യമായിട്ട് വാ, കൃപ ലഭിക്കാൻ വാ, സഹായം ചോദിച്ചുകൊണ്ട് വാ. അവന് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയും. അവൻ നിങ്ങളോട് അനുദപിക്കുന്നവനാണ്, സഹതപിക്കുന്നവനാണ്, നിങ്ങളെ മനസ്സിലാക്കുന്നവനാണ് യേശു എന്നാണ് പറയുന്നത്. കാരണം അവൻ നല്ല ഒരു മഹാപുരോഹിതനാണ്, അവൻ സാക്ഷാൽ മനുഷ്യനാണ്. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ പാപമില്ലാത്ത ജീവിതം, ഒരു പൂർണ്ണ ജീവിതം നയിക്കാൻ യേശുവിന് അത് കഴിഞ്ഞു. ഇത് മനുഷ്യകുലത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി തികഞ്ഞ യാഗമാക്കി മാറ്റി. യേശുവിന്റെ മനുഷ്യത്വവും യേശുവിന്റെ ദൈവത്വവുമാണ് യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗം പിതാവിന് സ്വീകാര്യമായതും എന്നേക്കും സ്വീകരിക്കപ്പെടുവാൻ യോഗ്യതയുള്ള യാഗവുമാക്കി മാറ്റിയത്. എന്നേക്കും സ്വീകരിക്കപ്പെടുന്ന യാഗവും എന്നേക്കും നിലനിൽക്കുന്ന യാഗവും എല്ലാവർക്കും വേണ്ടിയുള്ള യാഗവുമായി യേശുവിന്റെ യാഗം മാറിയതിന്റെ കാരണം യേശുവിന്റെ ദൈവത്വവും മനുഷ്യത്വവും ആയിരുന്നു, അല്ലെങ്കിൽ ദൈവവും മനുഷ്യനുമായിരുന്നവനാണ് ക്രൂശിൽ മരിച്ചത് എന്നുള്ളത് കൊണ്ടാണ്. ഞാനിവിടെ കുറെ നാളുകൾക്ക് മുമ്പ് പറഞ്ഞു, ക്രൂശിൽ മരിച്ചത് ആരാണ്? നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ക്രൂശിൽ മരിച്ചത് ആരാണ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യത്തിന് ദൈവമക്കളുടെ ഇടയിൽ പലവിധത്തിലുള്ള ഉത്തരങ്ങളുണ്ട്. പക്ഷേ ആ ഉത്തരം നമ്മൾ വളരെ ശ്രദ്ധയോടെ വേണം പറയാനായിട്ട്. ക്രൂശിൽ മരിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ക്രൂശിൽ മരിച്ചത് യേശു ക്രിസ്തുവാണ്. ആരാണ് ക്രൂശിൽ മരിച്ചത്? ക്രൂശിൽ മരിച്ചത് യേശു ക്രിസ്തുവാണ്. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഗോഡ് മാൻ ഡൈഡ് ഓൺ ദ ക്രോസ്. ആരാ മരിച്ചത്? കാരണം യേശുവിനെ അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നിർത്താൻ പറ്റില്ല. യേശു വെള്ളം കുടിച്ചപ്പോ ഇപ്പൊ വെള്ളം കുടിച്ചത് യേശുവാണ്. ഇപ്പൊ വെള്ളം കുടിച്ചത് ആരാ? മനുഷ്യനാണ്. ഓക്കെ, കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇപ്പൊ കിടന്നുറങ്ങി. അതാരാ കിടന്നുറങ്ങിയത്? മനുഷ്യൻ കിടന്നുറങ്ങി. കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ യേശു കാറ്റിനെയും കടലിനെയും ശാന്തമാകും. ഇപ്പൊ യേശുവരാ? അങ്ങനെയല്ല നമ്മൾ യേശുവിനെ കാണേണ്ടത്. അവൻ ഉറങ്ങിയപ്പോഴും, അവൻ ഉണർന്നപ്പോഴും, അവൻ കാറ്റിനെ ശാസിച്ചപ്പോഴും, അവന്റെ കൈകളിൽ ആണികൾ അടിച്ചപ്പോഴും, അവന്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തിയപ്പോഴും, അവൻ ഭക്ഷണം കഴിച്ചപ്പോഴും, അവൻ ക്രൂശിൽ നിലവിളിച്ചപ്പോഴും അവൻ ആരായിരുന്നു? ഹി വാസ് ദ സെയിം പേഴ്സൺ, ദ ഗോഡ് മാൻ. അവന്റെ ആരംഭം മുതൽ അവൻ ഇന്നയോളം അവൻ ആരായിട്ട് നിൽക്കുകയാണ്? ഗോഡ് മാൻ, ദൈവ മനുഷ്യൻ എന്ന നിലയിൽ. ദൈവവും മനുഷ്യനും. ആരാ ക്രൂശിൽ മരിച്ചത്? സമ്പൂർണ്ണ ദൈവവും സമ്പൂർണ്ണ മനുഷ്യനുമായിരുന്ന ആ വ്യക്തിയാണ് ക്രൂശിൽ മരിച്ചത്. അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പ്രയാസവും ഉണ്ട് എങ്കിൽ പോലും അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ എളുപ്പമായിട്ട് വരും. അപ്പൊ ചിലർ ചോദിക്കും, ദൈവം മരിക്കുകയോ എന്ന ചോദ്യത്തിന് എന്താ ഉത്തരം? ദൈവം മരിക്കില്ല. അങ്ങനെ ചോദ്യമുണ്ടോ? ചോദ്യത്തിന് ഉത്തരം എന്താണ്? അപ്പൊ ആളുകൾ ചോദിക്കണം, യേശു ദൈവമാണോ? അത് യേശു ദൈവമാണ്. അപ്പൊ യേശു ക്രൂശിൽ മരിച്ചോ? ദൈവം മരിച്ചോ എന്നൊരു ചോദ്യം ചോദിക്കും. അപ്പൊ ദൈവം മരിച്ചോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? ദൈവം മരിച്ചില്ല. പണ്ട് ഏതൊരു സിനിമയിൽ പറഞ്ഞ പോലെ അവൻ മരിച്ചെടുക്കുന്നത് അവിടേക്ക് ആദ്യം പോയതാരാ? ആദ്യം പോയത് അവൻ. ആദ്യം കണ്ടതാരാ? ആദ്യം ഞാൻ. ഏതാ സിനിമ അത്? ഒപ്പം. ഡെഡ് ബോഡി ആദ്യം അവിടെ ചെന്നതാരാണ്? അത് അവനാണ് ചെന്നത്, അല്ലെ? മമ്മൂട്ടിയല്ലല്ലോ, മോഹൻലാലിനെ കുറിച്ച് പറയുന്ന പോലെ ഡെഡ് ബോഡി ആദ്യം കണ്ടതാരാടാ? ആദ്യം കണ്ടത് ഞാൻ. അപ്പൊ അവിടെ ചെന്നതാരാണ്? അത് ഇവനാണ് ആദ്യം ചെന്നത്. അപ്പൊ എന്ന് പറയുന്നത് പോലെ ക്രൂശിൽ മരിച്ചത് ആരാണ്? അപ്പൊ ഈ ഒരു കാലത്ത് ആളുകള് പറഞ്ഞിരുന്നു, രക്ഷപ്പെടാൻ വേണ്ടി ആളുകള് നമ്മുടെ ഈ ക്രൈസ്തവ സഭ എന്തെല്ലാം പോരാട്ടങ്ങൾ സഹിച്ച ഇവിടെ വരെ എത്തിയെന്നറിയാമോ? ഒത്തിരി ആളുകൾക്ക് ഈ വിമർശകരുടെ ചോദ്യങ്ങൾക്ക് വേണ്ടുന്ന വിധത്തിൽ മറുപടി പറയാൻ കഴിയുന്ന വിധത്തിൽ ക്രൈസ്തവ ലോകത്തിന്റെ ദൈവശാസ്ത്രം പരിണമിച്ചു വരികയോ അല്ലെങ്കിൽ അത് വികാസം പ്രാപിക്കുകയോ ചെയ്യാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ സാധാരണക്കാരായ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ആളുകളും പാസ്റ്റർമാരും ഒക്കെ രക്ഷപ്പെടാനും സുഖത്തിനും വേണ്ടി പറഞ്ഞു ക്രൂശിൽ മരിച്ചത് മനുഷ്യനായ യേശുവാണ്. എളുപ്പമായല്ലോ, തീർന്നു. പക്ഷെ പിൽക്കാലത്ത് ആളുകൾ പിന്നെയും ചോദ്യം ചോദിക്കാൻ തുടങ്ങിയപ്പോൾ അവരാകെ കൂടെ വിഷമിച്ചപ്പോഴാണ് ഈ കാര്യത്തിന്റെ നിജസ്ഥിതി നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോ ക്രൂശിൽ മരിച്ചത് ആരാണ്? ക്രൂശിൽ മരിച്ചത് നമ്മൾ വിചാരിക്കരുത് മനുഷ്യനായ യേശു മരിച്ചു, ദൈവം ആ സമയത്ത് രക്ഷപ്പെട്ടു പോയി. അങ്ങനെയല്ല. ക്രൂശിൽ മരിച്ചത് ദൈവവും മനുഷ്യനുമായ യേശു ക്രിസ്തു എന്ന വ്യക്തിയാണ്. ഓക്കെ, അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ ആ കാര്യം. ഓക്കെ, എങ്കിൽ മാത്രമാണ് യേശു ക്രിസ്തുവിന്റെ യാഗത്തിന്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവൻ എന്നേക്കുമുള്ള യാഗം കഴിച്ചതും അവന്റെ യാഗം പിതാവ് സ്വീകരിച്ചതും എല്ലാവർക്കും വേണ്ടിയുള്ള യാഗമായി അത് തീർന്നതും യേശു ക്രിസ്തു എന്ന് പറയുന്ന ഈ അതുല്യ വ്യക്തിയുടെ സ്വഭാവ സവിശേഷത കൊണ്ടാണ്. അപ്പൊ നമ്മൾ ഇത്രയും നേരം കണ്ടത് എന്താണ്? യേശു ക്രിസ്തുവിന്റെ അതുല്യതയാണ് നമ്മൾ കണ്ടത്. യേശു ക്രിസ്തുവിന്റെ ജനനം, യേശു ക്രിസ്തുവിന്റെ സ്വഭാവം എന്നുള്ളതാണ്. ഇനി യേശുവിന്റെ അതുല്യമായ ജീവിതം വേഗം പറയുകയാണ്. യേശു ക്രിസ്തു പാപമില്ലാത്ത ജീവിതം നയിച്ചവനാണ്. യേശു ചോദിച്ചു, നിങ്ങളിൽ ആർ എന്നെ കുറിച്ച്, എന്റെ പാപത്തെ കുറിച്ച് ബോധം വരുത്തും? യേശു ലോകത്തോട് വെല്ലുവിളിച്ച് ചോദിച്ച ചോദ്യമാണ്. ഹു ക്യാൻ കൺവിക്ട് മീ ഓഫ് മൈ സിൻ? ആർക്ക് എന്റെ പാപത്തെ കുറിച്ച് ബോധ്യപ്പെടുത്താൻ കഴിയും? അത്രയും ചങ്കൂറ്റത്തോടെ ചോദിച്ച വേറെ വ്യക്തി ഏതാ ഉള്ളത്? അതുല്യമായ ജീവിതം, പാപമില്ലാത്ത ജീവിതം. യേശുവിന്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നു എന്ന് പ്രിയപ്പെട്ടവര്. യേശുവിന്റെ ജീവിതം അവന്റെ ഉദ്ദേശത്തിന്റെ ഒരു സാക്ഷ്യമായിരുന്നു. അവൻ സുഖമോ വ്യക്തിപരമായ നേട്ടമോ അന്വേഷിച്ചിരുന്നില്ല. അവൻ ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിച്ചു, രോഗികളെ സൗഖ്യപ്പെടുത്തി, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ അടുത്തേക്ക് ചെന്നു. യേശു മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച ഒരു ജീവിതമായിരുന്നു യേശുവിന്റെ ഭൂമിയിലെ ജീവിതം. യേശുവിന്റെ ശുശ്രൂഷ അധികാരത്തോടെയുള്ള ശുശ്രൂഷകളായിരുന്നു. യേശുവിന്റെ വാക്കുകളിലും സ്വഭാവത്തിലും അത്ഭുതങ്ങളിലും ഒരസാധാരണമായ അധികാരം പ്രകടമായിരുന്നു. ഈ അധികാരം അവന്റെ ദൈവീകതയുടെ തെളിവും ആയിരുന്നു. അപ്പൊ യേശുവിന്റെ അതുല്യമായ ജീവിതം,
യേശുവിന്റെ മോറൽ ലൈഫ്, യേശുവിന്റെ സാമൂഹികമായ ജീവിതം, അതിനെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ യേശുവിന്റെ ജീവിതത്തോട് ചേർത്ത് നിർത്താൻ ലോകത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിന് കഴിയുമായിരുന്നില്ല. പാപമില്ലാത്ത ജീവിതം. അവനെ വിസ്തരിച്ചപ്പോൾ പോലും അവന്റെ നാട്ടിലെ ഗവർണർ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്നുള്ളതാണ്. അവനെ വിസ്തരിച്ച കോടതിയിലൊന്നും അവനെ കുറിച്ച് ഒരു കുറ്റം കാണാൻ കഴിയാതെ, ഒരു കാരണവുമില്ലാത്ത കാരണത്തിനാണ് യേശുവിനെ ക്രൂശിച്ചത്. തെറ്റ് ചെയ്യാതെ ഒരു മനുഷ്യനെ ക്രൂശിച്ചു, പാപമില്ലാതിരുന്ന ഒരു മനുഷ്യനെ ക്രൂശിച്ചു. യേശുവിന്റെ ജീവിതം പാപമില്ലാത്തതും മറ്റുള്ളവർക്ക് വേണ്ടിയും അധികാരത്തോടു കൂടിയുള്ളതുമായിരുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെ യേശു കണ്ടിരുന്നു, അല്ലെ? യേശു ചുങ്കക്കാരുടെയും പാപികളുടെയും വീടുകളിൽ ഭക്ഷണം കഴിക്കാനായിട്ട് ചെന്നു. സാധാരണ ആ കാലഘട്ടത്തിൽ അതൊന്നും ചെയ്യില്ലാത്ത കാര്യമായിരുന്നു. കുഷ്ഠരോഗികളെ യേശു തൊട്ടു സൗഖ്യപ്പെടുത്തി. യേശുവിന്റെ കാലത്തും അതിനുശേഷവും കുഷ്ഠരോഗികളെ എല്ലാം അകലെ നിർത്തിയിരുന്ന ഒരു കാലഘട്ടത്തിൽ യേശു അവരെ തൊട്ട് സൗഖ്യപ്പെടുത്തിയത് നമ്മൾ കാണുന്നുണ്ട്. യേശുവിന്റെ അടുക്കലേക്ക് അവർ വന്നതും യേശു അവരെ സമീപിച്ചതും നമ്മൾ കാണുന്നുണ്ട്. യേശു സമരിയക്കാരിയായ സ്ത്രീയോട് സംസാരിച്ചു. ഒരു യഹൂദൻ എന്ന നിലയിൽ അങ്ങനെ ആരും ചെയ്യില്ലായിരുന്നു. യേശുവിനോടൊപ്പം സ്ത്രീകൾ യാത്ര ചെയ്തിരുന്നു. യേശു സ്ത്രീകളെ ബഹുമാനിക്കുകയും അവരുടെ ശുശ്രൂഷയിലെ പങ്കാളിത്തം സ്വീകരിക്കുകയും അവരുടെ ശുശ്രൂഷ സ്വീകരിക്കുകയും യേശുവിന്റെ കാൽപാദങ്ങളിൽ ഇരുന്ന് സ്ത്രീകൾ പഠിക്കുകയും ചെയ്തിരുന്നു. ആ കാലഘട്ടത്തിൽ ഇതൊന്നും സാധ്യമല്ലായിരുന്നു. യേശുവിന്റെ കാൽപാദത്തിൽ നിന്ന് മറിയ വചനം പഠിച്ചിരുന്നു, അല്ലെ? യേശുവിന്റെ ശുശ്രൂഷകളിൽ സഹായിച്ചത് ഒത്തിരി സഹോദരിമാരായിരുന്നു. അവരുടെ വരുമാനം കൊണ്ടാണ് യേശുവിനെ പലപ്പോഴും സഹായിച്ചത്. യേശുവിന് വേണ്ടി പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യാനായിട്ട് സഹോദരിമാർ മുന്നോട്ട് വരികയും ശുശ്രൂഷകളിൽ അവർ പങ്കാളികളാകുകയും ചെയ്തു. യേശു അന്നത്തെ കാലഘട്ടത്തെ ജനത്തിന്റെ സാമൂഹികമായിട്ടുള്ള ചിന്തകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള നിലയിലാണ് യേശു പ്രവർത്തിച്ചത്. കുട്ടികളെ യേശു സ്വാഗതം ചെയ്തു, അവൻ അനുഗ്രഹിച്ചു, അവൻ മടിയിൽ കയറ്റിയിരുത്തി, അവരെ തൊട്ടു, അവരെ അനുഗ്രഹിച്ചു. യേശു കുട്ടികളോട് ഇടപഴകി എന്നൊക്കെ വേണം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ യേശു എല്ലാവരെയും സ്നേഹിക്കാനുള്ള ഒരു മാതൃക നമുക്ക് കാണിച്ചു തന്ന വ്യക്തിയാണ്. യേശുവിന്റെ മാതൃകാപരമായ ജീവിതം, യേശുവിന്റെ മറ്റുള്ളവരോടുള്ള അനുകമ്പയോടുള്ള സമീപനം നമ്മൾ കാണുന്നുണ്ട്. യേശുവിന്റെ അത്ഭുതങ്ങളിലൂടെയുള്ള അധികാരപ്പെടുക, അല്ലെ? യേശുവിന്റെ പ്രത്യേകതയാണ്. യേശു കൊടുങ്കാറ്റിനെ ശാന്തമാക്കി, വെള്ളത്തിന് മീതെ നടന്നു, വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി, 5 അപ്പവും 2 മീനും കൊണ്ട് 5000ങ്ങളെയും 7000ങ്ങളെയും പോഷിപ്പിച്ചു. അവൻ അന്ധർക്ക് കാഴ്ച നൽകി, ബധിരർക്ക് കേൾവി നൽകി, മുടന്തരെ നടക്കുമാറാക്കി, കുഷ്ഠരോഗികളെ സൗഖ്യപ്പെടുത്തി, മരിച്ചവരെ ഉയർപ്പിച്ചു. അവന്റെ കരുണയുടെ പ്രവർത്തികൾ വലിയതായിരുന്നു. യേശു തന്റെ ജീവിതം ചെലവഴിച്ചത് അങ്ങനെയായിരുന്നു. എന്താണ് യേശു എന്റെ അത്ഭുതങ്ങളുടെ പ്രത്യേകത? എന്താണ് അത്ഭുതങ്ങളുടെ പിന്നിലുണ്ടായിരുന്നത്? കരുണ കാണിക്കുകയായിരുന്നു. അവൻ പാപത്തിന്റെ പരിണിത ഫലമായി മനുഷ്യനിൽ വന്ന കേടുകൾ അവൻ തിരിച്ചറിഞ്ഞിട്ട് അവരെ സുഖപ്പെടുത്തുകയായിരുന്നു. വാസ്തവത്തിൽ അത്ഭുതം കൊണ്ട് യേശു എന്താ കാണിച്ചെന്ന ഒരു കാര്യം അറിയാമോ? ഒറിജിനൽ സൃഷ്ടിയിൽ മനുഷ്യൻ ഇങ്ങനെ അല്ല എന്നാണ് അവൻ കാണിച്ചത്. അവൻ അവരെ സുഖപ്പെടുത്തുമ്പോൾ, അവരെ സൗഖ്യമാക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് ഇതാണ് എന്ന് ജനത്തെ കാണിക്കുക കൂടിയായിരുന്നു. അപ്പോ അവൻ കരുണ കാണിച്ചു, അവൻ അധികാരം തെളിയിച്ചു, അവന് രോഗങ്ങളുടെ മേലും പ്രകൃതിയുടെ മേലും മരണത്തിന്റെ മേലും ഭൂതങ്ങളുടെ മേലും ഒക്കെ അധികാരമുള്ളവനാണ് എന്ന് യേശു അത്ഭുതങ്ങളിലൂടെ തെളിയിക്കുകയായിരുന്നു. യേശുവിന്റെ അതുല്യതയാണ് ഈ പറയുന്നത്. യേശുവിന് മുമ്പ് ബുദ്ധൻ ജീവിച്ചിരുന്നിട്ടുണ്ട്, അല്ലെ? യേശുവിന് മുമ്പ് തത്വചിന്തകന്മാരായ പല ആളുകളും ജീവിച്ചിരുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും ഇവയുടെ മേലൊന്നും അധികാരങ്ങൾ ഉണ്ടായിരുന്നില്ല. യേശു തന്റെ ജീവിതത്തിലൂടെ തിരുവെഴുത്തുകൾ നിവർത്തിക്കുകയായിരുന്നു. യേശു തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ ജീവിതം കൊണ്ടുപോയ വ്യക്തിയാണ്. പിതാവുമായിട്ടുള്ള സംസർഗത്തിൽ എപ്പോഴും ജീവിതം കൊണ്ടുപോയ വ്യക്തിയായിരുന്നു. തിരുവെഴുത്തുകൾ നിവൃത്തിയാകണം എന്നുള്ളതായിരുന്നു തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം. ആളുകൾ എന്തെങ്കിലും പറയുന്നത് കേട്ട് ആളുകളുടെ താല്പര്യത്തിനനുസരിച്ച് അഭിപ്രായങ്ങൾക്കനുസരിച്ച് ജീവിതത്തിന്റെ ഉദ്ദേശം മാറ്റിയ വ്യക്തിയല്ല യേശു. നമ്മൾ പലപ്പോഴും അങ്ങനെയാണല്ലേ? ആളുകൾ പറയുന്നത് കേട്ടും ആളുകളുടെ അഭിപ്രായം കേട്ടും അവരുടെ ഉദ്ദേശങ്ങളും താല്പര്യങ്ങളും ഒക്കെ സ്വീകരിച്ചും ഒക്കെ നമ്മൾ നമ്മുടെ ലക്ഷ്യവും ജീവിതവും ഒക്കെ താല്പര്യങ്ങളൊക്കെ മാറ്റും. പക്ഷെ യേശു അങ്ങനെയായിരുന്നില്ല. യേശു തന്റെ പിതാവിന്റെ താല്പര്യം നിർവഹിച്ച പുത്രനായിരുന്നു എന്നുള്ളതാണ്.
അതുകൊണ്ട് പിതാവുമായിട്ട് എപ്പോഴും ആ സംസർഗത്തിലും ആ സംഭാഷണത്തിലുമായിരുന്നു യേശു ഉണ്ടായിരുന്നത്. യേശു ചെയ്ത അത്ഭുതത്തിന്റെ ഉദ്ദേശം മറ്റുള്ളവരിൽ വിശ്വാസം ജനിപ്പിക്കാൻ വേണ്ടിയാണ്. കേവലം ഒരു അത്ഭുതം ചെയ്തൊരു മാജിക് ഒക്കെ കാണിച്ച് ജനത്തെ സന്തോഷിപ്പിച്ച് പോകാൻ വേണ്ടിയിട്ടായിരുന്നില്ല. അങ്ങനെയായിരുന്നെങ്കിൽ യേശു പലയിടത്തും അത് ചെയ്യുമായിരുന്നു. പക്ഷെ യേശു ചെയ്തതിന്റെ ഒക്കെ പിന്നിലെ താല്പര്യം ആളുകളിൽ വിശ്വാസം ജനിപ്പിക്കാൻ, താൻ ആരാണെന്ന് അറിയാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ലക്ഷ്യം ആ അത്ഭുതത്തിന്റെ പിന്നിലുണ്ടായിരുന്നു. യേശുവിന്റെ അതുല്യമായ പഠിപ്പിക്കലുകൾ, ഇപ്പൊ നമ്മൾ യേശുവിന്റെ ജനനം, യേശുവിന്റെ സ്വഭാവം, യേശുവിന്റെ അത്ഭുതങ്ങൾ, ഇനി യേശുവിന്റെ പഠിപ്പിക്കലുകൾ നോക്കുമ്പോൾ യേശുവിന്റെ പഠിപ്പിക്കലുകൾ എങ്ങനെയുള്ളതായിരുന്നു? അധികാരത്തോടു കൂടിയ പഠിപ്പിക്കലായിരുന്നു. യേശുവിന്റെ വാക്കുകൾ കൃപയും ജ്ഞാനവും നിറഞ്ഞതായിരുന്നു. യേശുവിന്റെ വാക്കുകൾ പകരം വെക്കാൻ പറ്റാത്ത അവകാശവാദങ്ങളായിരുന്നു. പകരം വെക്കാൻ പറ്റാത്ത അവകാശവാദങ്ങൾ. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. എന്തൊരു വെല്ലുവിളി നിറഞ്ഞ വാക്കായിരുന്നു അല്ലെ യേശുവിന്റെ വാക്കുകൾ. യേശു പറഞ്ഞതുപോലെ ഒരു മനുഷ്യന് അതിന് മുമ്പ് പറയാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അതിന് ശേഷവും പറയാൻ പറ്റിയിട്ടില്ല. യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്ത് ചങ്കൂറ്റത്തോടെയുള്ള വാക്കുകളായിരുന്നു അത്! എത്ര ധീരതയോടെയുള്ള വാക്കുകളായിരുന്നു! ആത്മവിശ്വാസത്തോടു കൂടിയുള്ള വാക്കുകളായിരുന്നു. ഭാരങ്ങൾ അനുഭവിക്കുന്നവർക്ക്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക്, കഷ്ടപ്പെടുന്നവർക്ക് യേശു ആശ്വാസദായകനാണ് എന്ന് നൽകുന്ന വാക്കുകളായിരുന്നു. നിങ്ങൾ ഇവിടെ നോക്ക്, ഇവിടെ ശ്രദ്ധിക്കുക. അവിടെ എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോ അത് ആരും എഴുന്നേറ്റ് ചാടി പോകുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ വേഗം ശബ്ദം മാറ്റിയേക്കുക. അപ്പൊ യേശുവിന്റെ വാക്കുകൾ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള വാക്കുകൾ. യേശുവിന്റെ വാക്കുകൾ പകരം വെക്കാൻ പറ്റാത്ത വാക്കുകളായിരുന്നു. യേശുവിന്റെ വാക്കുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ, യേശുവിനെ കുറിച്ച് പറയുന്ന നോക്കുക. യോഹന്നാൻ 7:46 യേശുവിനെ കുറിച്ച് പറയാണ്, ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല എന്ന് പട്ടാളക്കാരാണ് പറയുന്നത്. ഓക്കെ. മാത്രമല്ല യേശുവിനെ കുറിച്ച് പറയുകയാണ് മത്തായി 7:29, അവരുടെ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ട് അത്രേ പറഞ്ഞത്. അവൻ പറയുന്ന കാര്യത്തിൽ അവന് ഉറപ്പുണ്ടായിരുന്നു, അവന് ആധികാരികത ഉണ്ടായിരുന്നു, അവന് സംശയമില്ലായിരുന്നു. പറയുന്ന കാര്യങ്ങളിൽ അവന് യാതൊരു വിട്ടുവീഴ്ചയുമില്ലായിരുന്നു. 15-ാം സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവനായിരുന്നു. സത്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉറച്ച നിലപാട് സ്വീകരിച്ച വ്യക്തിയായിരുന്നു യേശു. താൻ പറഞ്ഞത് തെറ്റിപ്പോയത് ഒരിക്കലും യേശു പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞവന്റെ ഉദ്ദേശം അതായിരുന്നില്ല, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചു എന്ന് പറയേണ്ട സാഹചര്യമൊന്നും വന്നിട്ടില്ല. ഞാൻ പറഞ്ഞത് തന്നെയാണ്, ഞാൻ സംസാരിച്ചത് തന്നെയാണ് എന്ന് തന്നെയാണ് യേശു പറഞ്ഞത്. യേശു വാക്കുകൾ തിരുത്തി പറയേണ്ടതായിട്ട് ഒരിക്കലും വന്നിട്ടില്ല. യേശു ഇന്നും അത് തന്നെയാണ് പറയുന്നത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ വരുന്നില്ല എന്ന് യേശു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രസ്താവനയുടെ ഉത്തരവാദി യേശുവാണ്. അത് വിശ്വസിക്കുന്നവർ മാത്രം യേശുവിന്റെ വാക്കുകൾ ഏറ്റു പറഞ്ഞാൽ മതി. യേശുവും ഒരു വഴിയാണെന്നല്ല പറഞ്ഞത്, ഞാൻ തന്നെയാണ് വഴി എന്നാണ് യേശു പറഞ്ഞത്. ഞാൻ തന്നെയാണ് വഴി, വേറെ ഒരു വഴിയും രക്ഷയ്ക്കില്ല, വേറെ ഒരു മാർഗവും രക്ഷയ്ക്കില്ല. അങ്ങനെയാണെങ്കിൽ രക്ഷ പ്രാപിക്കാനുള്ള, സ്വർഗരാജ്യത്തിൽ എത്താനുള്ള ഏക വഴി എന്താണ്? യേശു ക്രിസ്തു മാത്രമാണ്. യേശുവിന്റെ ഉപമകളെ കുറിച്ചും പഠിപ്പിക്കലിനെ കുറിച്ചും ചിന്തിക്കുമ്പോൾ യേശുവിന്റെ ഉപമകൾ എത്ര ഗംഭീരമായ ഉപമകളായിരുന്നു. യേശുവിന്റെ സാധാരണക്കാരുടെ ഇടയിൽ ജീവിച്ച് അവർക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ എടുത്തു പറഞ്ഞാണ് യേശു സംസാരിച്ചത്. യേശു എത്ര മനോഹരമായിട്ടാണ് പഠിപ്പിച്ചതെന്നറിയാമോ? യേശു എത്ര നല്ല അധ്യാപകനായിരുന്നു. യേശു പറഞ്ഞത് കാക്കയെ കുറിച്ചും സസ്യങ്ങളെ കുറിച്ചും ആടിനെ കുറിച്ചും വിത്ത് വിതയ്ക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് യേശു ജനങ്ങളോട് പറഞ്ഞത്. അതൊക്കെ എടുത്തിട്ടാണ് യേശു വലിയ വലിയ മർമ്മങ്ങൾ പഠിപ്പിച്ചത്. യേശു ആണ് ഏറ്റവും നല്ല ടീച്ചർ. മനുഷ്യന് പരിചയമുള്ള കാര്യങ്ങൾ എടുത്തിട്ട് വലിയ വലിയ ആത്മീയ കാര്യങ്ങൾ പഠിപ്പിക്കുന്നവനായിരുന്നു യേശു. നഷ്ടപ്പെട്ട ഉപമയെ കുറിച്ച്, നഷ്ടപ്പെട്ട ആട്, നഷ്ടപ്പെട്ട നാണയം, മുടിയനായ പുത്രൻ, വിതക്കാരന്റെ ഉപമ, കടുകുമണിയുടെ ഉപമ, പുളിച്ചമാവിന്റെ ഉപമ, വിലയേറിയ മുത്തിന്റെ ഉപമ, നല്ല ശമരിയക്കാരന്റെ ഉപമ, കരുണയില്ലാത്ത വൃത്തിന്റെ ഉപമ, വലിയ വിരുന്നിന്റെ ഉപമ, അങ്ങനെ എത്രയോ ഉപമകളിലൂടെയാണ് യേശു അത്ഭുതകരമായ കാര്യങ്ങൾ പഠിപ്പിച്ചത്. എന്ത് നല്ല പഠിപ്പിക്കലായിരുന്നു യേശു ചെയ്തത്. യേശുവിന്റെ അതുല്യമായ അവകാശവാദം ഇതൊന്നും പകരം വെക്കാൻ പറ്റുന്ന ഒന്നല്ല.
യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യം ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമില്ലാതെ ആരും പിതാവിങ്കൽ എത്തുന്നില്ല, ഞാനും പിതാവും ഒന്നാകുന്നു. ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയ സ്റ്റേറ്റ്മെന്റ് ആണ്. നിങ്ങൾ ശ്രദ്ധിക്കണേ, തൃത്വത്തെ കുറിച്ച് പറയാൻ ഞാൻ പലപ്പോഴും ഈ വാക്യം പറയാറുണ്ട്. ഞാനും പിതാവും ഒരാളാകുന്നു എന്നല്ല യേശു പറഞ്ഞത്. ഈ വാക്ക് നോക്ക്, ഞാനും പിതാവും ഒരാളാകുന്നു എന്നല്ല യേശു പറഞ്ഞത്, ഒന്നാകുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണേ, ആ വാക്കിന്റെ പ്രയോഗം ശ്രദ്ധിക്കണം. ഞാനും പിതാവും ഒരാളാകുന്നു എന്നാ യേശുനാമക്കാർ പഠിപ്പിക്കണേ. പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒക്കെ ഒരാളാണ്. അങ്ങനെയാണ് യേശു പറഞ്ഞത്. ഞാനും പിതാവും ഒരാളാണ് എന്നല്ല യേശു പറഞ്ഞത്, ഞാനും പിതാവും ഒന്നാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവ് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് പുത്രനും എന്നാണ്. അതേ സ്വഭാവത്തോടും അതേ ക്വാളിറ്റിയോടും അതേ ചിന്തയോടും ലക്ഷ്യത്തോടും താല്പര്യത്തോടും നേച്ചറോടും കൂടി തന്നെയാണ് പുത്രനും എന്ന്. ഞാനും പിതാവും ഒന്നാകുന്നു, ഒരാളാകുന്നു എന്നല്ല. ഓക്കെ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, ജീവന്റെ അപ്പമാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, ഞാൻ വാതിലാകുന്നു, ഇങ്ങനെയുള്ള ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾ, ഞാൻ നല്ല ഇടയനാകുന്നു. ഇതൊന്നും യേശുവിന് മുമ്പ് ആർക്കും പറയാനും പറ്റുമായിരുന്നില്ല. യേശുവിന് ശേഷം ആർക്കെങ്കിലും പറഞ്ഞാൽ അത് ആ നിലയിൽ അവർക്ക് പ്രായോഗികമാക്കാനും പറ്റുമായിരുന്നില്ല. യേശുവിന്റെ ഔദല്യമായ അവകാശവാദങ്ങളെ കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ ഒന്നെങ്കിൽ യേശു, ഇത് ഇച്ചിരി അപ്പോളജറ്റിക് ആയിട്ടുള്ള കാര്യമാണ്, ഞാൻ അവസാനിപ്പിക്കാൻ പോവാ, നിങ്ങൾ ആരും നിരാശപ്പെടണ്ട. ഓക്കെ, ഒന്നെങ്കിൽ യേശു, ഈ 3 ഓപ്ഷനേ ഉള്ളൂ യേശുവിന്റെ അവകാശവാദങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ. ഒന്നെങ്കിൽ യേശു സത്യസന്ധമായി പറഞ്ഞ ദൈവികമായ വാക്കുകളാണ്, ദൈവമാണ്, അവൻ സുബോധത്തോടു കൂടി പറഞ്ഞതാണ്. അല്ലെങ്കിൽ അവൻ ഭ്രാന്തനായിരുന്നു. ചില ആളുകൾ, ഇപ്പൊ നമ്മുടെ റോട്ടിക്കട ഒരാൾ പറയണം, ഞാൻ ദൈവമാണ് എന്നും പറഞ്ഞുകൊണ്ട് നടക്കാന്ന് വിചാരിച്ചോ, ഞാൻ വാതിലാണ്, ഞാൻ നല്ല ഇടയനാണെന്നൊക്കെ പറഞ്ഞ ഒരാൾ നടന്നു കഴിഞ്ഞാൽ ഒരു 3 ഓപ്ഷനേ ഉള്ളൂ. ഒന്നെങ്കിൽ ഇദ്ദേഹം സത്യസന്ധമായിട്ട് ഒരു കാര്യം പറയുന്നു, അല്ലെങ്കിൽ ഇദ്ദേഹം ഭ്രാന്തനാണ്, അല്ലെങ്കിൽ കള്ളനാണ്. കള്ളൻ എന്ന് പറഞ്ഞാൽ വഞ്ചകനാണ്, വളരെ സമർത്ഥമായിട്ട് ആളുകളെ പറ്റിക്കുന്നയാള്. ഈ 3 ഓപ്ഷനേ ഉള്ളൂ. ഈ 3 ഓപ്ഷനില് ഏതായിരിക്കും ശരി? നമ്മൾ പറയും അത് ദൈവമാണെന്നുള്ളത് തന്നെയാണ്. ബാക്കി 2 ആയിക്കൂടായി എന്താ ലിയ എന്ത് ചിന്തിക്കുന്നു? ബാക്കി 2 ആയിക്കൂടായില്ലല്ലോ. അപ്പൊ നമുക്ക് അതിന് പറയാൻ പറ്റുന്ന ഒരു ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശു ഭ്രാന്തനായിരുന്നെങ്കിലോ യേശു കള്ളനായിരുന്നെങ്കിലോ അങ്ങനെ ഒരു വ്യക്തി ആയിരുന്നു എങ്കിൽ യേശു, പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ ശിഷ്യന്മാരായിരുന്ന സാധാരണക്കാരായ ആളുകളുണ്ടല്ലോ, എനിക്ക് എന്തിനും പറയാനുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു, അച്ചാനും കേട്ടില്ല. ഓക്കെ, അവനെ കുറിച്ച് കുശുകുശുപ്പുണ്ടായി എന്ന് പറയുന്നത് പോലെ യേശുവിനെ കുറിച്ച് ഒരു കുശുകുശുപ്പ്. അപ്പൊ ശ്രദ്ധിക്കേ, യേശു ഒരു ഭ്രാന്തനായിരുന്നെങ്കിലോ യേശു ഒരു കള്ളനായിരുന്നെങ്കിലോ യേശുവിന്റെ ശിഷ്യന്മാർ ഒരിക്കലും യേശുവിന് വേണ്ടി ഈ വിധത്തിലുള്ള മരണമോ ജീവിതമോ നയിക്കാൻ അവർ തയ്യാറാകുമായിരുന്നില്ല. എല്ലാവരെയും എല്ലാ കാലത്തും വഞ്ചിക്കാൻ ആർക്കും കഴിയില്ല. മനസ്സിലായല്ലോ? എല്ലാവരെയും എല്ലാ കാലത്തും വഞ്ചിക്കാൻ കഴിയില്ല. 21 നൂറ്റാണ്ടുകൾ ക്രൈസ്തവ സഭ പിന്നിട്ട് കഴിയുമ്പോൾ യേശു ഒരു ഭ്രാന്തനായിരുന്നെങ്കിൽ, യേശു ഒരു വഞ്ചകനായിരുന്നെങ്കിൽ, ഈ സഭ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ച് അതിജീവിച്ച് ഇവിടെ വരെ എത്തുകയില്ലായിരുന്നു. അവന്റെ അവകാശവാദങ്ങൾ, അവൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്, പ്രിയപ്പെട്ടവരെ, അവൻ പറഞ്ഞത് യാഥാർത്ഥ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് പീഡനങ്ങളെയും രാഷ്ട്രീയമായിട്ടുള്ള എല്ലാവിധത്തിലുള്ള ആക്രമണങ്ങളെയും എല്ലാവിധത്തിലുള്ള ഇന്റലക്ച്വൽ ഫൈറ്റുകളെയും എല്ലാവിധത്തിലുള്ള ശാരീരിക പീഡനങ്ങളെയും രാജ്യാന്തര തലത്തിൽ സഭ അനുഭവിച്ചിട്ടുള്ള എല്ലാവിധമായുള്ള പോരാട്ടങ്ങളെയും അതിജീവിച്ചുകൊണ്ട് സഭ ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ അതിന്റെ ചൈത്രയാത്ര തുടരുന്നുണ്ടെങ്കിൽ, ക്രിസ്ത്യാനിറ്റി ഇന്നും ലോകത്തിൽ അതിന്റെ തേരോട്ടം നടത്തുന്നുണ്ടെങ്കിൽ, യേശു ക്രിസ്തു സത്യവാനായിരുന്നു. യേശു പറഞ്ഞതുപോലെ ഞാൻ തന്നെ സത്യം. കാരണം ക്രിസ്ത്യാനിറ്റി വാസ് ഫൗണ്ടഡ് ഓൺ ഹിം ആൻഡ് ഹിസ് വേർഡ്സ്. അവനിലും അവന്റെ വാക്കുകളിലുമാണ്
അവന്റെ മരണത്തിലും പുനരുത്ഥാനത്തിലും ഉയർപ്പിലുമാണ് ക്രിസ്ത്യാനിത്വം സ്ഥാപിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ഇത് ഇന്നും തുടരുന്നത്. ഞാനും നിങ്ങളും വിശ്വസിച്ചിരിക്കുന്ന യേശു എത്ര ഉന്നതനാണ്, എത്ര ശ്രേഷ്ഠനാണ്. അവൻ വഞ്ചകനല്ല, അവൻ കള്ളനല്ല, അവൻ ഭ്രാന്തനല്ല, അവൻ സാക്ഷാൽ ദൈവമാണ് എന്നുള്ള തിരിച്ചറിവ് നമ്മെ ആരാധനയിലേക്ക് നടത്തട്ടെ. യേശുവിനും തന്നെയും ആ തിരിച്ചറിവുണ്ട്. ഞാൻ ഇതിലേക്കൊന്നും പോകുന്നില്ല. യേശുവില് പ്രതിസന്ധികളിൽ പ്രകടമായ യേശുവിന്റെ സ്വഭാവം, യേശു എവിടെയും ചഞ്ചലപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ യേശു താന് ആകെ കൂടി ഒരു തെറ്റിദ്ധാരണയില് പറഞ്ഞതെല്ലാം തെറ്റിപ്പോയോ എന്നുള്ള എപ്പോഴെങ്കിലും ഒരു ചിന്തയൊന്നും യേശുവിനുണ്ടായിരുന്നില്ല. യേശു അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴും, ക്രൂശിൽ കിടന്നപ്പോഴും, വിചാരണ ചെയ്യപ്പെട്ടപ്പോഴൊക്കെ അവൻ ഉറച്ച നിലപാടുകൾ സ്വീകരിച്ച വ്യക്തിയായിരുന്നു. യേശുവിനെ ഉപദ്രവിച്ചപ്പോഴും അവൻ പകരം തിന്മയ്ക്ക് തിന്മ ചെയ്യാതെ നന്മ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്തവനാണ് എന്നുള്ളതാണ്. യേശുവിന്റെ അതുല്യമായ മരണം, യേശു മരിച്ചത് തിരുവെഴുത്തുകളിൻ പ്രകാരമായിരുന്നു, അല്ലെ? അവൻ തിരുവെഴുത്തുകളിൻ പ്രകാരം ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. വീണ്ടെടുപ്പിന്റെ മരണമായിരുന്നു. നഷ്ടപ്പെട്ടതിനെ തിരിച്ച് കൊണ്ടുവരാൻ, നഷ്ടപ്പെട്ടതിനെ വിലയ്ക്ക് വാങ്ങാൻ വേണ്ടിയുള്ള മരണമായിരുന്നു യേശുവിന്റെ മരണം. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു എന്നുള്ളതാണ്. ക്രൂശിലെ അവന്റെ അവസാനത്തെ 7 മൊഴികളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, അവന്റെ പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ള യേശുവിന്റെ വാക്കുകൾ ക്രൂശിൽ കിടന്ന് ആർക്കത് പറയാൻ പറ്റും? ശത്രുക്കളോടുള്ള ക്ഷമയും സ്നേഹവും പ്രകടിപ്പിക്കുന്നതായിരുന്നു. ഇന്ന് നീ എന്നോടുകൂടി പറുദീസയിലിരിക്കും എന്ന് പറഞ്ഞ യേശുവിന്റെ വാക്കുകൾ മാനസാന്തരപ്പെട്ട കള്ളന് രക്ഷയുടെ വാഗ്ദാനം നൽകുന്ന വാക്കായിരുന്നു അത്. സ്ത്രീയെ, ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ അമ്മ എന്ന് യേശു ക്രൂശിൽ കിടന്ന് പറഞ്ഞപ്പോൾ യേശു മരണവേദനയിൽ തന്റെ അമ്മയെ കുറിച്ചുള്ള കരുതലാണ് കാണിച്ചത്. മാറി നിൽക്ക് തള്ളേ എന്നൊന്നും അല്ല പറഞ്ഞത്. നമ്മളൊക്കെ വേദനിക്കുമ്പോഴും പ്രയാസപ്പെടുമ്പോഴും എന്തെങ്കിലും പറഞ്ഞാൽ അമ്മ ഒന്ന് മിണ്ടാണ്ടിരിക്കോ, മാറിക്കോ, എന്തിനാ കരയണത്, നിങ്ങൾ ഇവിടെ ഇരിക്കുന്നോണ്ടല്ലേ എന്നാണ് പറയുന്നത്, അല്ലെ? പക്ഷെ യേശു മരണവേദനയിൽ തന്റെ അമ്മയെ കരുതി ശിഷ്യനെ ഏൽപ്പിച്ചു കൊടുത്ത, എന്റെ അമ്മയെ നീ നോക്കണം എന്ന് പറഞ്ഞ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ക്രൂശിലും നിർവഹിച്ച വ്യക്തിയാണ് യേശുവിൽ നമ്മൾ കാണുന്നത്. ഇതൊക്കെ നമുക്ക് മാതൃകയാണ് കേട്ടോ. എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് യേശു പറഞ്ഞപ്പോൾ, ലോകത്തിന്റെ പാപം വഹിച്ചപ്പോൾ ദൈവത്തിൽ നിന്നുള്ള വേർപാട് അനുഭവിച്ച ഒരു ചിത്രമാണ് നമ്മളവിടെ കാണുന്നത്. എനിക്ക് ദാഹിക്കുന്നു എന്ന് യേശു പറഞ്ഞപ്പോൾ അവന്റെ മനുഷ്യത്വത്തിന്റെ തെളിവും തിരുവെഴുത്തുകളുടെ ഒരു നിവൃത്തിയും അവിടെ കാണുന്നുണ്ട്. നിവൃത്തിയായി എന്ന് യേശു പറയുമ്പോൾ രക്ഷയുടെ പദ്ധതി പൂർത്തീകരിച്ചതായിട്ടുള്ള പ്രഖ്യാപനമാണ് ആ വാക്കുകളിൽ നമ്മൾ കാണുന്നത്. പിതാവേ, നിന്റെ കൈകളിൽ എന്റെ ആത്മാവിനെ ഏൽപ്പിക്കുന്നു എന്ന് യേശു പറഞ്ഞപ്പോൾ പിതാവിനോടുള്ള പൂർണ്ണ വിശ്വാസവും സമർപ്പണവുമാണ് നമ്മൾ യേശുവിൽ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ ക്രൂശീകരണത്തിലെ അത്ഭുതങ്ങൾ മറ്റാരെങ്കിലും മരിച്ചപ്പോൾ കിട്ടിയതുപോലെയുള്ള ആ കാര്യങ്ങളല്ല നമ്മളെ കണ്ടത്. 3 മണിക്കൂർ ഇരുട്ട് സംഭവിച്ചു. 3 മണിക്കൂർ ഇരുട്ട് യേശുവിന്റെ മരണത്തിൽ. ദൈവാലയത്തിലെ തിരശ്ശീല കീറിപ്പോയത്, ഭൂകമ്പം ഉണ്ടായത്, ശവക്കല്ലറകൾ തുറന്നത്, ഇതെല്ലാം അസാധാരണമായ കാര്യങ്ങളാണ്. യേശുവിന്റെ മരണം അതുല്യമായിരുന്നു എന്നുള്ളതാണ്. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ, യേശുവിനെ അടക്കി കിടത്തുമ്പോൾ ലോകത്തിലെ ഏത് മനുഷ്യന്റെ കല്ലറയ്ക്കാണ് ലോകം കാവൽ നിന്നിട്ടുള്ളത്, പോലീസ് കാവൽ നിന്നിട്ടുള്ളത്? യേശുവിന്റെ കല്ലറയ്ക്ക് മുമ്പിൽ കാവൽ ഏർപ്പെടുത്തി എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. ഒഴിഞ്ഞ കല്ലറ യേശുവിന്റെ ദൈവത്വത്തെ കാണിച്ചു വരുന്നു. ജീവനോടെ യേശു പ്രത്യക്ഷപ്പെട്ടത് ശിഷ്യന്മാരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടതാണ്. അനേകർക്ക് യേശു പ്രത്യക്ഷനായതൊക്കെ യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ആ തെളിയിക്കലുകൾ നമുക്ക് കാണുന്നുണ്ട്. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ തെളിവുകൾ എന്തൊക്കെയാണ്? യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിന്റെ തെളിവുകൾ ചരിത്രപരമായ സാക്ഷ്യങ്ങൾ. 1, ഒഴിഞ്ഞ കല്ലറ ഒരു പ്രാദേശിക യാഥാർത്ഥ്യമായി ഇന്നും നിലനിൽക്കുകയാണ്. ആദിമ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ പെട്ടെന്നുള്ള ഉദയത്തിന് കാരണം ഒഴിഞ്ഞ കല്ലറയാണ്. വിശ്വാസികളും അവിശ്വാസികളും തമ്മിലുള്ള ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുള്ള തർക്കങ്ങൾ ഉണ്ടായത് ഒഴിഞ്ഞ കല്ലറയാണ്. പ്രത്യക്ഷപ്പെടലുകളുടെ ഒക്കെ നമ്മൾക്ക് കാണാനാണ്. ശിഷ്യന്മാര് ശരീരം മോഷ്ടിച്ചു കൊണ്ടുപോയെന്നും യേശു മരിച്ചില്ല, ബോധം കെട്ട് കിടക്കുന്നയാളെന്നും തെറ്റായ കല്ലറയാണ് കാണിച്ചതെന്നൊക്കെ പറഞ്ഞ് ധാരാളം കാര്യങ്ങളുണ്ട് ആളുകൾ പറയുമായിരുന്നു. പക്ഷേ യേശു 40 ദിവസം അവരുടെ ഇടയിൽ ജീവനോടെ
ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മഗ്ദല മറിയത്തിനും മാളിക മുറിയിലും 500-ലധികം സഹോദരന്മാർക്കും എമ്മൗസിലേക്കുള്ള വഴിയിലും ഗലീല കടൽ തീരത്തും ഒക്കെ യേശു പ്രത്യക്ഷപ്പെടുത്തു. എല്ലാവരുടെയും മുമ്പാകെ യേശു സ്വർഗാരോഹണം ചെയ്തു. യേശുവിന്റെ ശിഷ്യന്മാരുടെ രൂപാന്തരപ്പെടൽ ഇതാണ്. അവസാനമായിട്ട് ഞാൻ ഇതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. യേശുവിന്റെ ശിഷ്യന്മാർ ഉയർപ്പിന് മുമ്പ് യേശുവിന്റെ ശിഷ്യന്മാർ എങ്ങനെയുള്ളവരായിരുന്നു? യേശുവിന്റെ അറസ്റ്റ് സമയത്ത് ഓടിപ്പോയി. ഉയർപ്പിന് ശേഷമോ ധൈര്യത്തോടെ സുവിശേഷം പ്രസംഗിച്ചു. പത്രോസ് 3 പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞു യേശുവിന്റെ ഉയർപ്പിന് മുമ്പ്. പക്ഷേ യേശുവിന്റെ ഉയർപ്പിന് ശേഷം മരണം വരെ വിശ്വസ്തനായി നിലനിന്നു. ഭയന്ന് വാതിലുകൾ അടച്ച് ഒളിച്ചിരുന്നവരെയാണ് നമ്മൾ കാണുന്നത്. യേശുവിന്റെ ഉയർപ്പിന്റെ സാക്ഷികളായി സ്വയം അവര് മുന്നോട്ട് വരികയാണ്. വിജയത്തിന്റെ പ്രതീക്ഷ പലപ്പോഴും യേശുവിന്റെ മരണത്തിൽ അവർക്ക് നഷ്ടപ്പെട്ടപ്പോൾ യേശു ഉയർത്തെഴുന്നേറ്റത് പീഡനങ്ങളെ അഭിമുഖീകരിക്കാൻ അല്ലെങ്കിൽ സന്തോഷത്തോടെ നേരിടാൻ അവർക്ക് ധൈര്യം നൽകി എന്നുള്ളതാണ്. യേശുവിന്റെ മരണത്തോടെ എല്ലാം അവസാനിച്ചതായി അവർ കരുതിയപ്പോൾ യേശുവിന്റെ ഉയർപ്പ് ലോകമെമ്പാടും സുവിശേഷം പ്രചരിപ്പിക്കുന്നതിന് കാരണമായി മാറി. യേശുവിന്റെ അതുല്യമായ വ്യക്തിപ്രഭാവം ലോക ചരിത്രത്തിൽ പല വിധത്തിൽ സ്വാധീനങ്ങൾ ചെലുത്തിയിട്ടുണ്ട്. സാംസ്കാരികമായ സ്വാധീനം, വ്യക്തിപരമായ സ്വാധീനം. സാംസ്കാരികമായി യേശുവിന്റെ അനുയായികൾ ലോകം എവിടെയൊക്കെ അവർ യാത്ര ചെയ്തിട്ടുണ്ടോ യേശുവിന്റെ വാക്കുകൾ ഏറ്റെടുത്തുകൊണ്ട് യേശുവിന്റെ വാക്കുകൾ സ്വയം ജീവിതത്തിൽ ഏറ്റെടുത്ത് സമർപ്പിച്ചുകൊണ്ട് ലോകത്തിന് നന്മ ചെയ്ത സമൂഹമാണ് ക്രിസ്തീയ സമൂഹം. അവർ പോയിടത്തൊക്കെ വെളിച്ചമായി മാറി. അവർ പോയിടത്തൊക്കെ അവര് ഉപ്പായി മാറി. അവർ ദേവാലയങ്ങൾ മാത്രമല്ല സ്ഥാപിച്ചത്. ദേവാലയങ്ങൾ വാസ്തവത്തിൽ സ്ഥാപിക്കുക എന്നുള്ളത് ആദിമ സഭയുടെ ലക്ഷ്യമായിരുന്നില്ല. പിൽക്കാലത്ത് വന്ന സഭയ്ക്കായി ആളുകൾക്കായിരുന്നു കെട്ടിടം വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ദേവാലയങ്ങൾ മാത്രമല്ല ക്രിസ്തീയ സഭ സ്ഥാപിച്ചത് പള്ളിക്കൂടങ്ങൾ, പള്ളികളോട് ചേർന്ന് പഠനം കൊടുക്കുന്ന അല്ലെങ്കിൽ വിദ്യ കൊടുക്കുന്ന സ്ഥാപനങ്ങൾ തുടങ്ങിയത്. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ച ലോകത്തിൽ സ്ത്രീ വിദ്യാഭ്യാസം നൽകിയത് ക്രിസ്ത്യൻ മിഷണറിമാരായിരുന്നു. പുരുഷന്മാർക്ക് പഠിക്കായിരുന്നു, പക്ഷെ സ്ത്രീകൾക്ക് പഠിക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. അതുപോലെ സ്ത്രീകൾക്കും അല്ലെങ്കിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേറെ വേറെ സ്കൂളുകൾ നടത്തിയിരുന്ന കാലത്ത് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുമിച്ചിരുത്തി പഠിപ്പിച്ചത് ക്രൈസ്തവ മിഷണറിമാർ സ്ഥാപിച്ച സ്കൂളുകളിലായിരുന്നു. ധാരാളം ആശുപത്രികൾ, അനാഥാലയങ്ങൾ, കുഷ്ഠരോഗ നിർമ്മാർജ്ജന പദ്ധതികൾ, ചേരി പ്രവർത്തനങ്ങൾ, പാവപ്പെട്ടവരെ ഉദ്ധരിക്കാനുള്ള പദ്ധതികൾ, അനാഥാലയങ്ങൾ, വാർദ്ധക്യ വൃദ്ധസദനങ്ങൾ, ഇതൊക്കെ തുടങ്ങിയത് വെച്ചതാരാ? എല്ലാ ക്രിസ്ത്യാനികളാണ്. ഇനി അത് മാത്രമാണോ? ക്രിസ്തീയമായിട്ടുള്ള വിശ്വാസത്തിന്റെ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ലോകത്തിലെ പല ഭരണഘടനകളും നിർമ്മിക്കപ്പെട്ടതെന്ന് അറിയുക. ജനാധിപത്യം ആശയം ബൈബിളിൽ നിന്ന് വന്നതാണ്. മനുഷ്യാവകാശങ്ങൾ, സമത്വം, സാഹോദര്യം, ഇതെല്ലാം ബൈബിളിന്റെ ആശയങ്ങളാണ്. ഈ ബൈബിളിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ലോകത്തിലെ പല നല്ല ഭരണഘടനകളും എഴുതിയത് എന്ന് കാണാനായിട്ട് കഴിയും. യേശു വ്യക്തികളിൽ വരുത്തിയ സ്വാധീനം, മദ്യപാനം, മയക്കുമരുന്ന്, അടിമത്തത്തിൽ നിന്നുള്ള മോചനം, അല്ലെ, ഭയം, വിഷാദം, നിരാശ എന്നിവയിൽ നിന്ന് യേശു സ്വാതന്ത്ര്യം കൊടുക്കുന്നു. ക്ഷമ, സ്നേഹം, സമാധാനം എന്നിവയുടെ അനുഭവം വ്യക്തികളിൽ ഉണ്ടാകുന്നു. ജീവിതത്തിന്റെ ഉദ്ദേശത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ യേശു മാറ്റുകയാണ്. മറ്റു മതങ്ങൾ യേശുവിനെ കുറിച്ച് പറയുന്നത് എന്താണ്? അതുകൂടി നിങ്ങൾ അറിയണം. ഇസ്ലാം മതം യേശു ഒരു പ്രവാചകനാണെന്ന് പറയുന്നു. ഹിന്ദുമതം യേശുവിനെ ഒരു ഗുരുവായോ അവതാര പുരുഷനായോ കാണുന്നു, ഏകലോക രക്ഷകനല്ല. ബുദ്ധമതം യേശു ഒരു ജ്ഞാനിയായിരുന്നു, പക്ഷെ ദൈവമല്ല എന്നാണ് പറയുന്നത്. യഹൂദ മതം യേശു ഒരു റബ്ബിയായിരുന്നു, പക്ഷെ മിശിഹയോ ദൈവമല്ല എന്ന് പറയുന്നു. ക്രിസ്തുമാർഗത്തിന്റെ അതുല്യമായ അവകാശവാദം ഞാൻ അവസാനിപ്പിക്കുകയാണ്. 12 മണിക്ക് നമുക്ക് തീർക്കാം. യേശു ക്രിസ്തുവിന്റെ അതുല്യമായ അവകാശവാദം. മറ്റെല്ലാ മതങ്ങളിൽ നിന്നും ക്രിസ്തു മതത്തെ വേർതിരിക്കുന്ന ഘടകങ്ങളുണ്ട്. ഇത് നിങ്ങൾ ഓർത്തിരിക്കണം. കൃപയാലുള്ള രക്ഷ, കൃപയാലുള്ള രക്ഷ, പ്രവൃത്തികളാലല്ല, ദൈവത്തിന്റെ കൃപയാലും വിശ്വാസത്താലുമാണ് രക്ഷ. ദൈവം മനുഷ്യനായി എന്നുള്ളതാണ്, സൃഷ്ടാവ് സൃഷ്ടിയായി മാറിയതാണ് ക്രിസ്തീയ മാർഗത്തിന്റെ ഒരു പഠിപ്പിക്കൽ. ഉയർത്തെഴുന്നേറ്റ രക്ഷകൻ, വ്യക്തിപരമായി ദൈവമായിട്ട് സ്ഥാപിക്കുന്ന ബന്ധം, ഇതിനൊക്കെ നമ്മള് പ്രാധാന്യം കൊടുക്കുകയാണ്. യേശുവിന്റെ മനുഷ്യചരിത്ര അതുല്യമായ സ്ഥാനം
ഇന്ന് 2.5 ബില്യൺ അനുയായികൾ ലോകത്തിൽ ക്രിസ്തുവിനുണ്ട്. 2.5 ബില്യൺ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ അനുയായികളുള്ള വ്യക്തി റൊണാൾഡോയല്ല. യേശുവിന് ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ 2.5 ബില്യൺ. യേശുവായിരുന്നു ഏറ്റവും കൂടുതൽ യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് എന്തോ അങ്ങനെ ഫോളോവേഴ്സും കാശും ഉണ്ടാക്കേണ്ട വ്യക്തി അല്ലേ? എന്നാൽ യേശു ഉണ്ടാക്കുന്നില്ല, പക്ഷെ യേശുവിന്റെ പേരില് ഓക്കെ. 66 പുസ്തകങ്ങൾ, അതുല്യമായ പുസ്തകങ്ങൾ യേശു ക്രിസ്തുവിനെ കുറിച്ചുണ്ട്. 5 ബില്യൺ പ്ലസ് പ്രതികൾ അല്ലെങ്കിൽ യേശു ക്രിസ്തു സുവിശേഷം അല്ലെങ്കിൽ ബൈബിളിന്റെ പ്രതികൾ വിതരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. 3800-ലധികം ഭാഷകളിലേക്ക് ബൈബിൾ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ ആളുകളിൽ വരുത്തിയ സ്വാധീനങ്ങൾ വലിയതാണ് പ്രിയപ്പെട്ടവർ. യേശു ഒന്നാമത് വന്നത് സേവകനായിട്ടാണ് വന്നതെങ്കിൽ രണ്ടാമത് അവൻ വരാൻ പോകുന്നത് രാജാവായിട്ടാണ്. യേശു ക്രിസ്തുവിന്റെ വ്യക്തിപ്രഭാവത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചപ്പോൾ നമ്മൾ കണ്ടത് എന്താണ്? അവന്റെ അതുല്യമായ ജനനം, അവന്റെ പാപമില്ലാത്ത ജീവിതം, അധികാരമുള്ള പഠിപ്പിക്കലുകൾ, ദൈവികമായ അവകാശവാദങ്ങൾ, ആസൂത്രിതമായ യാഗമരണം, വിജയകരമായ ഉയർപ്പ്. ഇതിനോടൊന്നും താരതമ്യം ചെയ്യാൻ, ഒപ്പം നിൽക്കാൻ ലോകത്തിലെ ഒരു വ്യക്തികൾക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അനേകം മഹാന്മാർ യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തലന്മാരുടെ സാക്ഷ്യങ്ങളുണ്ട്. ഇനി യേശു യുണീക്കായിരുന്നോ എന്നതല്ല ഇന്ന് സഭയിലിരിക്കുന്ന നിങ്ങളോടുള്ള എന്റെ ചോദ്യം. ഈ അതുല്യമായ സത്യം വെച്ച് നാം എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. സത്യം നമുക്കറിയാം, യാഥാർത്ഥ്യങ്ങൾ അറിയാം. എന്താണ് നിങ്ങളും ഞാനും എന്ത് പ്രതികരണമാണ് നടത്തുന്നത് എന്നുള്ളതാണ്. വിൽ യു ബിലീവ് ഇൻ ഹിം? നിങ്ങൾ അവനെ വിശ്വസിക്കുമോ? ഈ യേശുവിൽ ഇതുവരെ നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ അർപ്പിച്ചിട്ടില്ല എങ്കിൽ, ഈ യേശുവിനെ വേണ്ടുന്നതുപോലെ നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല എങ്കിൽ, ഈ യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഈ യേശുവിനെ നിങ്ങൾ അനുഗമിക്കുമോ? ഈ യേശുവിന്റെ അനുയായിയായി നിങ്ങൾ മാറുമോ? വിൽ യു കണ്ടിന്യൂ ടു ഫോളോ ഹിം? നിങ്ങൾ അനുയായിയായി മാറി, പക്ഷെ ഇപ്പോൾ എങ്ങാനും വഴിയിൽ വെച്ച് നിങ്ങൾ മാറി നിൽക്കുന്ന വ്യക്തിയാണോ? വേണ്ടുന്നതുപോലെ യേശുവിനെ അനുഗമിക്കാത്ത വ്യക്തിയാണോ? ചോദ്യം ഇതാണ്. നിങ്ങൾ യേശുവിനെ കുറിച്ച് അറിഞ്ഞ വ്യക്തിയാണ് എങ്കിൽ യേശുവിനെ തുടർന്ന് നിങ്ങൾ അനുഗമിക്കുമോ? വിൽ യു കമ്മിറ്റ് യുവർ ലൈഫ് ടു ഹിം? നിങ്ങളുടെ ജീവിതം യേശുവിന് വേണ്ടി സമർപ്പിക്കുമോ? ഏറ്റവും നല്ല സത്യത്തിന് വേണ്ടി, ഏറ്റവും നല്ല വ്യക്തിക്ക് വേണ്ടി, ഉജ്ജ്വലമായ, ധീരനായ, ദൈവമായ, സാക്ഷാൽ മനുഷ്യനായ ഈ യേശുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുമോ? നിങ്ങൾ അവനെ സാക്ഷീകരിക്കുമോ? നിങ്ങളുടെ ജീവിതത്തിലൂടെയും നിങ്ങളുടെ പ്രവൃത്തികളിലൂടെയും, നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളിലൂടെയും ഈ യേശുവിനെ നിങ്ങൾ സാക്ഷീകരിക്കുമോ? ഈ ചോദ്യമാണ് എനിക്കും നിങ്ങൾക്കും ചോദിക്കാനായിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് ഞാനും നിങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിക്കണം. യേശുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നുവോ? യേശു നിങ്ങളെ സ്നേഹിച്ചു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. തീരുമാനം നിങ്ങളുടേതാണ്. The decision is yours. The choice is yours. യേശുവിനെ ആരാധിക്കണമോ? യേശുവിനെ അനുഗമിക്കണമോ? യേശുവിനെ ഉയർത്തണമോ? യേശുവിന് വേണ്ടി ജീവിക്കണമോ? യേശുവിന് വേണ്ടി പാടണമോ? എഴുതണമോ? സംസാരിക്കണമോ? ഇൻസ്റ്റഗ്രാമില് യേശുവിനെ കുറിച്ച് എനിക്ക് പറയണമോ? ഫേസ്ബുക്കില് ഞാൻ യേശുവിനെ കുറിച്ച് പറയണമോ? ഇതൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. എനിക്കും നിങ്ങൾക്കും ഒരേ ഒരു ജീവിതമേ ഉള്ളൂ. അത് വേഗം തീർന്നു പോകും. പക്ഷെ യേശുവിന് വേണ്ടി ചെയ്തതും യേശുവിന് വേണ്ടി പറഞ്ഞതും മാത്രം നിലനിൽക്കും. ഈ ജീവിതം കൊണ്ട് ഞാനും നിങ്ങളും എന്താണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്? യേശു എനിക്കും നിങ്ങൾക്കും വേണ്ടി അവിടുത്തെ ജീവിതം നൽകി. വാട്ട് ആർ യു ഗോയിങ് ടു ഡു വിത്ത് യുവർ ലൈഫ് ഫോർ ജീസസ്? നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾ യേശുവിന് വേണ്ടി എന്താണ് ചെയ്യാനായിട്ട് പോകുന്നത്? യേശു നിങ്ങളുടെ രക്ഷകനാകുന്നുവെങ്കിൽ, യേശു നിങ്ങളുടെ കർത്താവാകുന്നുവെങ്കിൽ, യേശുവിനോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ്? ഞാൻ കർത്തൃമേശയിലേക്ക് വരികയാണ്. കർത്തൃമേശ നമ്മളോട് പറയുകയാണ്, കുഞ്ഞേ, I have given my life to you. I have given my body and my blood to you. And what are you going to remember about me? നീ എന്നെ കുറിച്ച് എന്താണ് ഓർക്കുന്നത്? നീ എന്നെ ആരാധിക്കണം, നീ എന്നെ സ്നേഹിക്കണം, നീ എനിക്ക് വേണ്ടി ജീവിക്കണം എന്നൊക്കെ കർത്താവ് നമ്മളോട് പറയുകയാണ്. നിങ്ങളുടെ ജീവിതം യേശുവിന് വേണ്ടി എങ്ങനെ ചെലവഴിക്കും? യേശുവിന് വേണ്ടി നിങ്ങൾ എങ്ങനെ സമയം ചെലവഴിക്കും? ഈ കർത്താവിന്റെ മേശയിൽ പങ്കാളികളാകുന്ന സമയത്ത് നമുക്ക് ഒരു തീരുമാനം എടുക്കാം. കർത്താവെ,
നീ എന്നെ സ്നേഹിച്ച് നിന്റെ ജീവിതം എനിക്ക് വേണ്ടി നൽകിയെങ്കിൽ ഞാൻ എന്നെ നിനക്കായി സമർപ്പിക്കുന്നു. നിന്റെ ഉദ്ദേശങ്ങൾക്കായി, നിന്റെ ഇഷ്ടങ്ങൾക്കായി, നിന്റെ ഹിതത്തിനായി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതം യേശുവിനായിട്ട് സമർപ്പിക്കുവാൻ നമുക്ക് തയ്യാറാകാം. നാം എല്ലാവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ പ്രിയ സോനു ഇപ്പോൾ ശുശ്രൂഷകളെ ഓർത്തുകൊണ്ട് ഈ ശുശ്രൂഷയെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും.